ഹലോ നമസ്കാരം. എല്ലാവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിൻ്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് റീസണിങ്ങിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് സംഖ്യാവലോകന പ്രശ്നങ്ങൾ. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് സംഖ്യാവലോകന പ്രശ്നങ്ങൾ. അത് നമുക്കിന്ന് വൃത്തിയായിട്ട് കൃത്യമായിട്ട് നല്ല ഷോർട്ട് റിക്കോർഡ് ഒക്കെ കൂടി നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, റെഡി ആണല്ലോ? എല്ലാവരും എത്തിയല്ലോ? ഓക്കെ, എത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഖ്യാവലോകന പ്രശ്നങ്ങളിലെ ആദ്യത്തെ ഒരു ടൈപ്പാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കേ, ആദ്യത്തെ ഒരു ടൈപ്പ് നോക്കാം. നോക്ക്, എന്താണ് ടൈപ്പ് 1? നോക്കിയേ, എന്താണ്? ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് നോക്കിയേ. രാമുവിന്റെ ഫാമിൽ പശുക്കളും കോഴികളും ഉണ്ട്. തലകളുടെ എണ്ണം 48ഉം കാലുകളുടെ എണ്ണം 140ഉം ആയാൽ ഫാമിലെ പശുക്കളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എങ്ങനെയുണ്ട് ചോദ്യം? കൺഫ്യൂഷൻ ആക്കുന്നതാണോ? എങ്ങനെയുണ്ട്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കുറച്ചൊന്ന് അല്ലെ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ സംഖ്യാവലോകന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, എന്താ ചോദ്യത്തിൽ പറഞ്ഞത്? നമുക്ക് ചോദ്യത്തെ ആദ്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, എന്താണ്? രാമുവിന്റെ ഫാമിൽ പശുക്കളും ഉണ്ട്, കോഴികളും ഉണ്ട്. ഓക്കെ, തലകളുടെ എണ്ണം 48 അല്ലെ? തലകളുടെ എണ്ണം 48, കാലുകളുടെ എണ്ണം 140ഉം ആയാൽ ഫാമിലെ പശുക്കളുടെ എണ്ണം എത്ര? നോക്കൂ, എന്താണ്? രാമുവിന്റെ ഫാമില് പശുക്കളും കോഴികളും ഉണ്ട്. ഓക്കെ, തലകളുടെ എണ്ണം 48 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ്? പശുക്കളുടെയും കോഴികളുടെയും ആകെ എണ്ണമാണ് 48 അല്ലെ? തലകൾ എണ്ണി നോക്കുമ്പോൾ എത്ര കിട്ടി? 48 കിട്ടി അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കളുടെയും കോഴികളുടെയും ആകെ എണ്ണമാണ് എത്ര? 48. ഓക്കെ, നമുക്കിപ്പോ നോക്കാം എക്സ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ്? പശുവിന്റെ എണ്ണത്തെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. പശു എക്സ്. ഓക്കെ, പശുക്കളുടെ എണ്ണമാണ് എക്സ് ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ കോഴികളുടെ എണ്ണത്തെ നമ്മൾ വൈ ആക്കിയും എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ അല്ലേ എന്ത്? 48. എക്സ് പ്ലസ് വൈ ആണ് എന്ത്? 48. ഓക്കെ, സംശയമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, എക്സും വൈയും കിട്ടിയല്ലോ. എക്സ് പ്ലസ് വൈ 48 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? കാലുകളുടെ എണ്ണം 140ഉം ആയാൽ അല്ലെ? എന്താണ്? കാലുകളുടെ എണ്ണമാണ് 140 അല്ലെ? പശുക്കളും കോഴികളും ഫാമിലുണ്ട്. അവയുടെ എല്ലാത്തിന്റെയും കാലുകൾ എണ്ണി നോക്കുമ്പോൾ എത്ര കിട്ടി? 140 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തി നമ്മൾ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പശുക്കളുടെ എണ്ണം എത്രയാണ്? എക്സ് ആണ് അല്ലെ? ഒരു പശുവിന് എത്ര കാലുണ്ട്? 4 കാലല്ലേ അല്ലെ? 4 കാലല്ലേ പശുവിന്? ഓക്കെ, അപ്പൊ എത്രയായി? പശുക്കളുടെ ആകെ കാലം എത്രയായി? 4 × x, അതായത് 4x. ഓക്കെ, 4x കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് പ്ലസ് എന്താണ്? y എന്താണ്? കോഴികളുടെ എണ്ണമാണ് അല്ലെ? y എന്താണ്? കോഴികളുടെ എണ്ണമാണ്. കോഴിക്ക് എത്ര കാല? 2 കാലല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ്? 2y എന്ന് പറയുന്നത് അല്ലെ? 4x പ്ലസ് 2y എന്ന് പറയുന്നതാണ് എന്ത്? 140 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ലേ? എക്സ് പ്ലസ് വൈ 48 എന്ന് കിട്ടി, 4x പ്ലസ് 2y 140 എന്നും കിട്ടി. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഓക്കെ, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ഇക്വേഷൻ അല്ലെ? ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾ 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 2x. എക്സ് പ്ലസ് വൈ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 2x പ്ലസ് 2y എന്ന് പറയുന്നത് 48 × 2 എത്ര കിട്ടും? 96 കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 ഇക്വേഷൻസ് കിട്ടി അല്ലെ? 3 ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് ഒരു 2y കിടക്കുന്നുണ്ട് അല്ലെ? 2y കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം? 2y ഒഴിവാക്കാം. എന്ത് ചെയ്താൽ മതി? 2 മൈനസ് ഇക്വേഷൻ നമ്പർ 2 മൈനസ്
3 ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ എന്താവും 2y പോയി കിട്ടും അല്ലെ. ഇനി നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ അല്ലെ 2 - 3 ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, 4x-നെ 2x കൊണ്ട് കുറയ്ക്കുന്നു. എപ്പൊ എത്ര കിട്ടും? 2x മാത്രം ബാക്കി. ഓക്കെ, നോക്കൂ, 2y-നെ 2y വെച്ച് കുറയ്ക്കുന്നു. എത്ര കിട്ടും? 0 അല്ലെ. അപ്പൊ എഴുതണ്ടല്ലോ, വേണ്ട. ഓക്കെ, പിന്നെ എന്താണ്? 140 കുറയ്ക്കണം 96 എത്ര കിട്ടും? 44 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എളുപ്പത്തിൽ x കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? 2x 44 ആണെങ്കിൽ x എത്രയാണ്? 44/2 എത്ര കിട്ടി? 22 എന്ന് കിട്ടി. ഓക്കെ, 22 എന്ന് നമുക്ക് ഈ x-ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, 22 എന്നുള്ള വാല്യൂ x-ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, എന്താണ് x? പശുക്കളുടെ എണ്ണമാണ് x അല്ലെ. നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ഫാമിലെ പശുക്കളുടെ എണ്ണം എത്ര നമുക്ക് കിട്ടി? എത്ര? 22 എന്ന് ഉത്തരം കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടി പറയാൻ ശ്രദ്ധിക്കുക. എന്താണ്? പശുക്കളുടെ എണ്ണത്തെ നമ്മൾ x ആക്കി എടുത്തു. ഓക്കെ, കോഴികളുടെ എണ്ണത്തെ നമ്മൾ y ആക്കിയും എടുത്തു അല്ലെ. ഇനി എന്താ പറഞ്ഞത്? ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തലകളുടെ എണ്ണം അല്ലെ. പശുക്കളുടെയും കോഴികളുടെയും തലകളുടെ എണ്ണം എന്ന് പറയുന്നത് 48 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതിനർത്ഥം എന്താണ്? പശുക്കളുടെയും കോഴികളുടെയും ആകെ എണ്ണമാണ് 48 അല്ലെ. എന്ന് പറഞ്ഞാൽ x + y ആണെന്ത്? 48. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? അവയുടെ കാലുകളുടെ എണ്ണം 140 ആണ് അല്ലെ. പശുക്കളുടെയും കോഴികളുടെയും കാലുകളുടെ എണ്ണം എത്രയാണ്? 140 ആണ്. പശുവിന് എത്ര കാല? 4 കാല് അല്ലെ. 4x അല്ലെ. അതായത് പശുക്കളുടെ ആകെ കാലുകളുടെ എണ്ണമാണ് എന്ത്? 4x. ഓക്കെ, പ്ലസ് ഇനി കോഴികളുടെ കാലം കൂടി നമ്മൾ എണ്ണണ്ടേ അല്ലെ. എന്താണ്? y അല്ലെ. കോഴികളുടെ എണ്ണം എത്രയാണ്? y ആണ്. കോഴിക്ക് എത്ര കാല? 2 കാലല്ലേ. ഓക്കെ, 2 × y അതായത് 2y അല്ലെ. 4x + 2y എത്ര കിട്ടും? 140 എന്നും കിട്ടും. ഓക്കെ, 2 ഇക്വേഷൻ ആയോ? ഓക്കെ, ഇനി എന്താണ്? ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാണ്? ഇതിൽ ഏതെങ്കിലും എക്സോ വൈയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇവിടെ ഒരു 2y ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 2y വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ആ 2y-നെ ഒഴിവാക്കി കളയാം അല്ലെ. x വേഗം കണ്ടുപിടിക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നെ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 2x + 2y എന്ന് പറയുന്നത് 96 എന്ന് കിട്ടി. ഇത്രയും കിട്ടിയല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് കണക്കിലെടുക്കുന്നത്? രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും നമ്മൾ കണക്കിലെടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, 2y-നെ നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാം. എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻ നമ്മൾ കുറച്ചാൽ മതി അല്ലെ. നോക്കൂ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. ഓക്കെ, നോക്കൂ, 4x നിന്ന് 2x കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2x കിട്ടും. ഓക്കെ, 2y-ൽ നിന്ന് 2y കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, ഇനി 140 - 96 എത്ര കിട്ടും? 44 കിട്ടും. അതായത് 2x എന്ന് പറയുന്നത് 44 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയാണ്? 22 ആണ്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, 22 കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇതാണ് നമ്മൾ x വെച്ച് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ? x വെച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, x വെച്ച് ചെയ്യുന്ന രീതി നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഇത് നമ്മൾ ഏകദേശം ഒരു 3 അല്ലെ, ഒരുപാട് വഴികളുണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്കൊരു 3 ടൈപ്പ് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, വളരെ എളുപ്പമുള്ള 3 ടൈപ്പ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇതാണ് ഒരു രീതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു രീതി ഉണ്ട്. ഓക്കെ, എന്താണ്? അത് നമ്മൾ അലിഗേഷൻ എന്ന് പറയും അല്ലെ. അലിഗേഷൻ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണ് അലിഗേഷൻ? അത് നമ്മൾ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കൂ, എന്താണ്? പശുക്കളുടെ എണ്ണം ഇതാ ഇവിടെ. ഓക്കെ, പശുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ, കോഴിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെയും എഴുതുന്നു. ഓക്കെ, എന്താണ്? നിങ്ങൾ നോക്കിയേ, എന്താ പറഞ്ഞത്? തലകളുടെ എണ്ണം 48 ആണ്. ഓക്കെ, തലകളുടെ എണ്ണം എത്രയാണ്? 48 ആണ്. ഇനി നിങ്ങളൊരു കാര്യം സങ്കല്പിക്കുക. ഈ 48 ജീവികളും എന്താണ്? 48 ജീവികളും പശുക്കളായിരുന്നെങ്കിൽ അവയ്ക്ക് എത്ര കാലുണ്ടാവുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 48 ജീവികളും എന്താണ്? പശുക്കളാണ്. 48 ജീവികളും പശുക്കളാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് എത്ര കാലുണ്ടാവുമായിരുന്നു? 48 × 4 അല്ലേ. 48 × 4 അല്ലേ. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? അത് എത്ര കിട്ടും? 96 × 2 എത്ര കിട്ടി? 192 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 192 എന്ന് കിട്ടും അല്ലെ. എത്രയുണ്ട്? എല്ലാ ജീവികളും 48 ജീവികളും പശുക്കളാണെങ്കിൽ അവയ്ക്ക് എത്ര കാലുണ്ടാവും? 192 കാലുകൾ ഉണ്ടാകും. സെറ്റ് ആണല്ലോ.
മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഈ 48 ജീവികളും കോഴികൾ ആയിരുന്നെങ്കിൽ അവയ്ക്ക് എത്ര കാലുണ്ടാവും? ഒരു കോഴിക്ക് 2 കാലാണ് അല്ലെ? അപ്പൊ 48 കോഴികൾക്ക് എത്രയുണ്ടാവും? 96 ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് എഴുതി വെച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവയ്ക്ക് അല്ലെ, നമുക്ക് ഈ ഫാമിലുള്ള ജീവികളുടെ കാലുകൾ എണ്ണി നോക്കുമ്പോൾ എത്ര കിട്ടി? 140 എന്ന് കിട്ടി അല്ലെ? 140 എന്ന് കിട്ടി. അതെന്താക്കണം? ഇത് രണ്ടിന്റെയും നടുവില് തൊട്ട് താഴെയായിട്ട് 140 എന്നങ്ങ് എഴുതുക. ഓക്കെ, 140 എന്ന് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്നുമില്ല, ഇതും കൂടി കഴിഞ്ഞ് നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാണ്. നോക്കിയേ, എന്താണ്? 192 നിന്ന് 140 കുറയ്ക്കുമോ, അല്ലെങ്കിൽ 140ഉം 192ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, എത്രയാണ്? 192ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 52 ആണ്. ഓക്കെ, എത്രയാണ്? 52 ആണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലെ? 192ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 52 ആണ്. കിട്ടിയല്ലോ? ഓക്കെ, ഇനി ഈ 96ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, 96ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചതാ ഇവിടെയും എഴുതുക. ഓക്കെ, എത്ര കിട്ടും? 44 എന്ന് കിട്ടും. 44 കിട്ടിയോ? 44 കിട്ടിയോ? ഓക്കെ, 140ഉം 96ഉം തമ്മിലുള്ള വ്യത്യാസം 44 എന്ന് കിട്ടി. ഓക്കെ, എന്താണ് ഈ 44 കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒന്ന് അല്ലെ? ഇവിടെ നോക്കൂ, 52 അല്ലെ? ഇത് പശുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് 44. ഓക്കെ, കോഴിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് 52. അതുകൊണ്ടാണ് അവയുടെ താഴെ തന്നെ എഴുതി വെക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നോക്കൂ, ഈ പറയുന്ന രണ്ട് വാല്യൂസിലെ 44ഉം 52ഉം ഇതൊരു റേഷ്യോ ആണ്. ഓക്കെ, എന്താണ്? ഒരു റേഷ്യോ ആണ്. ഓക്കെ, എന്താണ്? 44:52 എന്തിന്റെ റേഷ്യോ ആണ്? ആ ഫാമിലെ പശുക്കളുടെയും കോഴികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണ് ഈ കാണുന്ന 44:52 എന്നുള്ളത്. ഓക്കെ, ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ചെറുതാക്കാലോ. എങ്ങനെ ചെറുതാക്കാം? പിന്നെ ചെറുതാക്കാം എങ്ങനെ? 2 കൊണ്ട് ഹരിച്ച് വേണേൽ ചെറുതാക്കാം അല്ലെ? ഇവിടെ നോക്കൂ നിങ്ങൾ, 44 നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു, എത്ര കിട്ടി? 22 കിട്ടി അല്ലെ? ഇവിടെയും 2 കൊണ്ട് ഹരിക്കുന്നു, എത്ര കിട്ടി? 26 കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 22 ആയി, 26 ആയി. മനസ്സിലായല്ലോ? നോക്കൂ, പശുവിന്റെ താഴെ അല്ലെ ഈ 22 എന്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞത്? പശുക്കളുടെ എണ്ണം 22 നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, 22 കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെ പശുക്കളുടെ എണ്ണം 22 ആണെങ്കിൽ കോഴികളുടെ എണ്ണം എത്രയാണ്? 26 ആണ് അല്ലെ? കോഴികളുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും നമുക്ക് ഈ അലിഗേഷൻ മെത്തേഡിലൂടെ വളരെ പെട്ടെന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? 44:52 റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെ? ഒന്ന് ചെറുതാക്കി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ 48നെ ഈ ഒരു റേഷ്യോയിൽ നമുക്ക് വിഭജിച്ച് നോക്കിയാൽ കൂടിയും നമുക്കതിന്റെ ഉത്തരം കിട്ടും. 22 കിട്ടിയത് മനസ്സിലായോ? അലിഗേഷൻ മനസ്സിലായോ? ഓക്കെ, അലിഗേഷൻ ചെയ്തത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? നമ്മൾ ഇത്ര മാത്രമാണ് ചെയ്തത്. നിങ്ങൾ നോക്കിയേ, എന്താണ്? നമുക്ക് എത്രയാണ് ടോട്ടൽ തലകളുടെ എണ്ണം, അല്ലെങ്കിൽ പശുക്കളുടെയും കോഴികളുടെയും ആകെ എണ്ണം എന്ന് പറയുന്നത് 48 ആണ്. ഓക്കെ, ഈ 48 ജീവികളും പശുക്കളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 48 ജീവികൾക്കും 4 കാലാണെങ്കിൽ അവയ്ക്ക് എത്ര ഉണ്ടാവും? കാലുകളുടെ എണ്ണം 192 ആയിരിക്കും. ഓക്കെ, ഇനി ഈ 48 ജീവികൾക്കും 2 കാലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 48 ജീവികളും കോഴികളാണെങ്കിൽ എത്ര കിട്ടും? 96 കാലുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മുടെ ഫാമിലെ ജീവികളുടെ ആകെ കാലുകളുടെ എണ്ണം 140 ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഈ 192ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് ഈ കോഴികളുടെ താഴെ എഴുതുന്നു. ഈ 96ഉം 140ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്തിട്ട് പശുക്കളുടെ താഴെയും എഴുതുന്നു. ഓക്കെ, ഈ 44ഉം 52ഉം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊരു റേഷ്യോ ആണ്. ഓക്കെ, എന്താണ്? 44:52 എന്നൊരു റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ ആണ്? പശുക്കളുടെയും കോഴികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണ്. ഓക്കെ, പശുക്കളുടെയും കോഴികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണ്. റേഷ്യോ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ച്, അല്ലെങ്കിൽ സംഖ്യകൾ കൊണ്ട് ഹരിച്ചുകൊണ്ട് ചെറുതാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ 2 കൊണ്ട് ഹരിച്ചു നോക്കുന്നു, എത്ര കിട്ടി? 22ഉം 26ഉം. 22ഉം 26ഉം കൂട്ടുമ്പോൾ തന്നെ എത്ര കിട്ടി? 48 കിട്ടി അല്ലെ? അതായത് പശുക്കളുടെ എണ്ണം 22ഉം കോഴികളുടെ എണ്ണം 26ഉം ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കിട്ടിയോ? സെറ്റാണോ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതിനേക്കാൾ എളുപ്പത്തിൽ 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഓക്കെ, എന്താണ്? 2-3 സെക്കൻഡ് കൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും.
അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ, ഇത്രയും സെറ്റ് ആണല്ലോ. ഓക്കെ, നോക്കൂ എന്താ പറഞ്ഞത്, തലകളുടെ എണ്ണമാണ് 48. തലകളുടെ എണ്ണമാണ് എത്ര? 48. ഓക്കെ, കാലുകളുടെ എണ്ണമാണ് എത്ര? 140. ഓക്കെ, ഇത്തരത്തില് എന്താണ് പശുക്കൾ, 4 കാലുള്ള പശുക്കളും 2 കാലുള്ള കോഴികളും, ഇങ്ങനെ 4 കാലും 2 കാലും വരുന്ന ആൾക്കാരാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ, ഇങ്ങനെ 4 കാലും 2 കാലുമുള്ള ജീവികളാണ് ഇങ്ങനെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ചെയ്യാൻ 4 കാലുള്ള ജീവിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഓക്കെ, എന്താണ്? നിങ്ങൾ നോക്കിയേ, കാലുകളുടെ എണ്ണം എത്രയാണോ, എത്രയാണ് ഇവിടെ? 140 അല്ലേ? 140 അല്ലേ? ഓക്കെ, ആ കാലുകളുടെ എണ്ണം എത്രയാണോ അതിന്റെ പകുതി എടുക്കുക. എത്ര കിട്ടി? 70 കിട്ടി. ഓക്കെ, കാലുകൾ എത്രയാണോ അതിന്റെ പകുതി എടുക്കുക. എത്ര കിട്ടി? 70 കിട്ടി. ഓക്കെ, 70-ൽ നിന്ന് നിങ്ങൾ തലകളുടെ എണ്ണം കുറയ്ക്കുക. ഓക്കെ, തലകളുടെ എണ്ണം കുറയ്ക്കുക. കാലെടുക്കുന്നു, കാലിന്റെ പകുതി എടുക്കുന്നു, കാലുകളുടെ എണ്ണത്തിന്റെ പകുതി എടുക്കുന്നു, അതിൽ നിന്ന് തലയുടെ എണ്ണം കുറയ്ക്കുന്നു. എത്ര കിട്ടും? 22 എന്ന് കിട്ടിയോ? 22 കിട്ടിയോ? ഈ 22 എന്താണ്? 4 കാലുള്ള ജീവിയുടെ എണ്ണമാണ്. ഓക്കെ, എന്താണ്? 4 കാലുള്ള ജീവിയുടെ എണ്ണമാണത്രേ ഈ 22 അല്ലെ? നോക്കിയേ, എത്രയാണ്? എന്താണ് ചെയ്തത്? നമ്മൾ കാലുകളുടെ എണ്ണം എടുക്കുന്നു, അതിന്റെ പകുതി എടുക്കുന്നു അല്ലെ? കാലുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതിന്റെ പകുതി എടുക്കുന്നു, തല കുറയ്ക്കുന്നു. കാലിന്റെ പകുതി എടുക്കുന്നു, തല കുറയ്ക്കുന്നു. ഓക്കെ, കാലിന്റെ പകുതി എടുക്കുന്നു, തല കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കാലുള്ള ജീവിയുടെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ 2 കാലുള്ള ജീവിയുടെ എണ്ണം? എങ്ങനെ കണ്ടുപിടിക്കാം? 48 നിന്ന് 22 കുറച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു അല്ലെ? 48-ൽ നിന്ന് 22 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടി? 26 കിട്ടി. കോഴികളുടെ എണ്ണം എത്ര കിട്ടി? 26 കിട്ടി. മനസ്സിലായോ? എളുപ്പവഴിയെ മനസ്സിലായോ? ഓക്കെ, എന്താണ്? കാലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു, അതിന്റെ പകുതി എടുക്കുന്നു, അതിൽ നിന്ന് തലയുടെ എണ്ണം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 4 കാലുള്ള ജീവികളുടെ എണ്ണം കിട്ടി. സെറ്റാണോ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ മോഡൽ ഒരു ചോദ്യം ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. ഒരു കൂട്ടിൽ മാനുകളും മയിലുകളും ഉണ്ട്. അവയുടെ തലയുടെ എണ്ണം എത്രയാണ്? 80 ആണ്. ഓക്കെ, കാലുകളുടെ എണ്ണം 200 ആണ്. എന്നാൽ ആ കൂട്ടിലെ മാനുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്തു നോക്കൂ. കിട്ടുന്നുണ്ടോ നോക്കിയേ. അലിഗേഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ എക്സ് വെച്ച് ചെയ്യുന്നത്, അലിഗേഷൻ മെത്തേഡ് ചെയ്യുന്നത്, കൂടാതെ നമ്മൾ ഷോർട്ട് ട്രിക്ക് വെച്ച്, ഈ 3 രീതിയിൽ കൂടി നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എളുപ്പവഴി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം അതിലേക്ക് ചെയ്തു നോക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയമായതുകൊണ്ട് എന്താണ്, ഈ 3 മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, എക്സാമിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ സമയം കുറച്ച് മാത്രം മതിയാവുന്ന വഴി നമുക്ക് ചെയ്തു നോക്കാം. പക്ഷെ ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് 3 മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഉത്തരങ്ങൾ വേഗം കിട്ടുന്നുണ്ട്. നിങ്ങൾ എല്ലാ രീതിയിൽ കൂടിയും ചെയ്തു നോക്കുക. ഓക്കെ, നമുക്ക് അലിഗേഷൻ മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കാം അല്ലെ? നോക്കൂ, എന്താണ്? മാനുമുണ്ട്, മയിലുമുണ്ട് അല്ലെ? മാനുണ്ട്, ഓക്കെ, മയിലുണ്ട്. ഓക്കെ, എത്രയാണ്? മാനിന് എത്ര കാലാണ്? 4 കാലാണല്ലോ. ഓക്കെ, മയിലിന് എത്രയാണ്? 2 കാലാണ്. അവയുടെ തലയുടെ എണ്ണം 80 ആണ്. എന്ന് പറഞ്ഞാല് മാനുകളുടെയും മയിലുകളുടെയും ആകെ എണ്ണം എന്ന് പറയുന്നത് 80 ആണ് അല്ലെ? 80 ആണ്. ഓക്കെ, ഈ 80 ജീവികളും മാനാണെങ്കിൽ അല്ലെ? 80 ജീവികളും മാനാണെങ്കിൽ എത്രയാണ്? ഓരോന്നിനും 4 കാല് വീതം അല്ലേ? ഓക്കെ, മൊത്തം എത്ര കാല് വരും? 80 × 4 അല്ലെ? എത്ര കിട്ടി? 320 എന്ന് കിട്ടും. 320 എന്ന് കിട്ടും. ഓക്കെ, മയിലിന് എത്രയാണ്? 2 കാലാണല്ലോ. ഓക്കെ, 80 × 2 160 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഈ കൂട്ടിലുള്ള മാനുകളുടെയും മയിലുകളുടെയും കാലുകളുടെ എണ്ണം എണ്ണി നോക്കുമ്പോൾ എത്ര കിട്ടി? 200 കിട്ടിയില്ലേ? 200 കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ് ഈ 320-ഉം 200-ഉം തമ്മിലുള്ള ആ വ്യത്യാസം എടുക്കുന്നു. എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ഓക്കെ, 120 എന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഇനി നോക്കൂ, 160-ഉം 200-ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ എത്ര കിട്ടി? 40 എന്നും കിട്ടി. ഓക്കെ, ഈ 40:120 എന്ന് പറയുന്നത് എന്താണ്? മാനുകളുടെയും മയിലുകളുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണ് അല്ലെ? മാനുകളുടെയും മയിലുകളുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ, കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ
എന്താണ് മാനുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നോക്കിയേ, അവയുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, 80 ഇൻറ്റു ഇത് 2 റേഷ്യോ അല്ലേ, 40:120 എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതാക്കാലോ. എന്ന് പറഞ്ഞാൽ 4:12 ആണ്. ഒന്നും കൂടി ചെറുതാക്കാം. എന്താണ് 1 എന്ത് കിട്ടും 3 എന്ന് കിട്ടും അല്ലെ. 1:3 എന്ന് കിട്ടുമല്ലോ. ഓക്കെ, 80 ഇൻറ്റു എത്ര കിട്ടും, 3ഉം 1ഉം 4, 4ൽ 1. ഓക്കെ, 80 ഇൻറ്റു 4ൽ 1 എത്ര കിട്ടി, 20 എന്ന് കിട്ടും അല്ലെ. മാനുകളുടെ എണ്ണം എത്രയാണ്, 20 ആണ്. ഓക്കെ, അലിഗേഷൻ മെത്തേഡിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും ചെറിയ സമയം മാത്രം മതിയാവുന്ന ഷോർട്ട് ട്രിക്ക് വഴി എന്താണ്, കാലുകളുടെ എണ്ണത്തിന്റെ പകുതി എടുക്കുന്നു, എത്ര കിട്ടി, 100 കിട്ടി അല്ലെ. 200/2 എത്ര കിട്ടി, 100 കിട്ടി. 100ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു, തലയുടെ എണ്ണം കുറയ്ക്കുന്നു, എത്ര കിട്ടി, 80 കുറച്ചു, എത്ര കിട്ടി, 20 കിട്ടി. അപ്പോഴും 20 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈലുകളുടെ എണ്ണമോ, മൈലുകളുടെ എണ്ണം എത്രയാണ്, ആകെ തലയുടെ എണ്ണം 80 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആകെ മൈലുകളും മാനുകളുടെ എണ്ണം എത്രയാണ്, 80 ആണ്. മാനുകളുടെ എണ്ണം 20 ആണെങ്കിൽ മൈലുകളുടെ എണ്ണം എത്രയാണ്, 60 ആയിരിക്കും. സംശയമില്ലല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, എക്സ് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കില്ലേ. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നില്ലേ. ഓക്കെ, സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കൂ. എന്താണ്, ഒരു മൈതാനത്ത് കുതിരകളും കുതിരയോട്ടക്കാരും നിൽക്കുന്നു. അവരുടെ കാലുകളുടെ എണ്ണം 48ഉം തലയുടെ എണ്ണം 18ഉം ആയാൽ കുതിരകളുടെ എണ്ണവും കുതിരയോട്ടക്കാരുടെ എണ്ണവും യഥാക്രമം എത്ര എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തൊക്കെ മെത്തേഡ് നിങ്ങൾ ചെയ്യണം, എക്സ് വെച്ച് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ചെയ്യേണ്ട. അലിഗേഷൻ മെത്തേഡും ആ ഷോർട്ട് ട്രിക്ക് മെത്തേഡും നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ വേഗം. ഉത്തരങ്ങൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ്, ഒരു മൈതാനത്ത് കുതിരകളും കുതിരയോട്ടക്കാരും നിൽക്കുന്നു. അവരുടെ കാലുകളുടെ എണ്ണം 48ഉം തലയുടെ എണ്ണം 18ഉം ആയാൽ കുതിരകളുടെ എണ്ണവും കുതിരയോട്ടക്കാരുടെ എണ്ണവും യഥാക്രമം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. നോക്കൂ, ഇവിടെ കുതിരകൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, കുതിര ഓട്ടക്കാരാണ്. ഓക്കെ, കുതിരയോട്ടക്കാരും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, നോക്കിയേ, എന്താണ് 18 ആണ് അല്ലെ, തലയുടെ എണ്ണം 18 ആണ്. 18 ആണെങ്കിൽ ഇവയെല്ലാവരും കുതിരയാണെങ്കിൽ അല്ലെങ്കിൽ 4 കാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ എത്ര കിട്ടും ടോട്ടൽ കാലുകളുടെ എണ്ണം എത്ര കിട്ടും, 72 കിട്ടും അല്ലെ. 72 കിട്ടും. ഓക്കെ, കുതിരയോട്ടക്കാർ എല്ലാവർക്കും 2 കാലാണെങ്കിൽ എത്ര വരും, 36 ആണ് അല്ലെ. എത്രയാണ്, 18 ആൾക്കാർക്കും 2 കാലാണെങ്കിൽ എത്രയാണ്, 36 വരും. ഓക്കെ, നമുക്ക് കാലുകളുടെ എണ്ണം എണ്ണി നോക്കുമ്പോൾ മൈതാനത്തുള്ള കുതിരകളുടെയും കുതിരയോട്ടക്കാരുടെയും കാലുകളുടെ എണ്ണം എണ്ണി നോക്കുമ്പോൾ എത്ര കിട്ടി, 48 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 48 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കണം. 48ഉം 36ഉം തമ്മിൽ എത്ര കിട്ടി, 12 കിട്ടി ഡിഫറൻസ്. ഇവിടെ എത്ര കിട്ടും, 24 കിട്ടും അല്ലെ. 24 കിട്ടും. 24 കിട്ടിയല്ലോ. ഓക്കെ, അതായത് കുതിരകളുടെയും കുതിരയോട്ടക്കാരുടെയും എണ്ണത്തിന്റെ അല്ലെ, കുതിരകളുടെയും കുതിരയോട്ടക്കാരുടെയും എണ്ണത്തിന്റെ റേഷ്യോ ആണെന്ത്, 12:24. എങ്ങനെ നമുക്ക് ലഘൂകരിച്ച് എഴുതാം, 1:2 എന്ന് എഴുതിക്കൂടെ അല്ലെ. 1:2 നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കറിയാം തലയുടെ എണ്ണം എന്ന് പറയുന്നത് 18 ആണ് അല്ലെ. തലയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണ്. അങ്ങനെയാണെങ്കിൽ കുതിരകളുടെയും കുതിരയോട്ടക്കാരുടെയും എണ്ണം യഥാക്രമം നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, എങ്ങനെയാണ്, 18 ഇൻറ്റു 3ൽ 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കുതിരകളുടെ എണ്ണം കിട്ടും അല്ലെ. 18/3 6 കിട്ടി. എത്ര, കുതിരകളുടെ എണ്ണം. ഓക്കെ, കുതിരകളുടെ എണ്ണം എത്ര കിട്ടി, 6 കിട്ടി. ഓക്കെ, ഇനി കുതിരയോട്ടക്കാരുടെ എണ്ണം 18 ഇൻറ്റു 2/3 ചെയ്താൽ മതി. എത്ര കിട്ടും, 12 കിട്ടും. കിട്ടിയല്ലോ. കുതിരകളുടെ എണ്ണം 6, കുതിരയോട്ടക്കാരുടെ എണ്ണം 12. ഓക്കെ, ഇനി നമ്മുടെ ഷോർട്ട് ട്രിക്ക് മെത്തേഡ് എന്താണ്, കാലുകളുടെ പകുതി എടുത്തിട്ട് തലയുടെ എണ്ണം കുറയ്ക്കുന്നു. കാലുകളുടെ പകുതി എടുത്തിട്ട് തലയുടെ എണ്ണം കുറയ്ക്കുന്നു. എത്രയാണ്,
48ന്റെ പകുതി 24, 24 നമ്മൾ 18 കുറച്ചു, എത്ര കിട്ടി? 6 കിട്ടി. 6 എന്താണ്? 4 കാലുള്ള ജീവി എന്താണോ അതിന്റെ എണ്ണമാണ് അല്ലെ? ഈ കാലുകളുടെ പകുതി എടുത്തിട്ട് തല കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? 4 കാലുള്ള ജീവി എന്താണോ അതിന്റെ എണ്ണമാണ് അല്ലെ? കുതിരകളുടെ എണ്ണമാണ് 6 കിട്ടിയത്. കുതിരകളുടെ എണ്ണമാണ് 6. അങ്ങനെയാണെങ്കിൽ കുതിരയോട്ടക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാലോ. 18ൽ നിന്ന് 6 കുറച്ചാൽ മതി. എത്ര കിട്ടി? 12 കിട്ടി. 12 കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? കുതിരകളുടെയും കുതിരയോട്ടക്കാരുടെയും എണ്ണം യഥാക്രമം 6, 12 എന്നിങ്ങനെയാണ്. സെറ്റാണോ? എല്ലാവർക്കും കിട്ടിയോ? 6, 12 കിട്ടിയില്ലേ? ഓക്കെ, വെരി ഗുഡ്. കിട്ടിയല്ലോ. എളുപ്പ വഴി ഓക്കെ ആണല്ലോ. ഓക്കെ, കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഇവിടെ നോക്കൂ. നമ്മൾ ഈ 3 ടൈപ്പിലും എന്തൊക്കെ ചെയ്തു? അലിഗേഷൻ മെത്തേഡിലും ചെയ്തു അല്ലെ? അലിഗേഷൻ മെത്തേഡിലും ചെയ്തു, പിന്നെ നമ്മുടെ ഒരു ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്തു, പിന്നെ എക്സ് വെച്ച് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലെ? നോക്കിയേ, ഇവയെല്ലാത്തിലും നമ്മൾ എന്താ ശ്രദ്ധിച്ചത്? നോക്കൂ, ഒരു ഫാം അല്ലെങ്കിൽ ഒരു മൈതാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് 4 കാലുള്ള ജീവികളും 2 കാലുള്ള ജീവികളും ഉണ്ട് അല്ലെ? അവയുടെ തലയുടെ എണ്ണം തന്നിട്ടുണ്ട്, കാലുകളുടെ എണ്ണവും തന്നിട്ടുണ്ട് അല്ലെ? തലകളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ജീവികളുടെ അല്ലെ, ആ ഒരു സ്ഥലത്തുള്ള എല്ലാ ജീവികളുടെയും എണ്ണമായിട്ട് നമ്മൾ തലയുടെ എണ്ണം കണക്കാക്കുന്നു. ഓക്കെ, അങ്ങനെ കണക്കാക്കുന്നു. പിന്നെ കാലുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമ്മൾ എളുപ്പത്തിൽ 4 കാലുള്ള ജീവിയുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? കാലുകളുടെ എണ്ണത്തിന്റെ പകുതി അല്ലെ? കാലുകളുടെ എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് തലയുടെ എണ്ണം കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് 4 കാലുള്ള ജീവിയുടെ എണ്ണം കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എക്സാമിന് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി തലയുടെ എണ്ണത്തിൽ നിന്ന് ആ ഒരു എണ്ണം കുറച്ച് കഴിഞ്ഞാൽ 2 കാലുള്ള ജീവിയുടെ എണ്ണവും കിട്ടും. സെറ്റ് ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു മോഡലാണ്. ഇതിൽ തന്നെ ചെറിയൊരു വകഭേദം വരികയാണ്. നിങ്ങൾ നോക്കിയേ, എന്താണ്? ഒട്ടകവും ഒട്ടക പക്ഷികളുമുള്ള ഒരു ഗ്രൂപ്പില് അവയുടെ കാലുകളുടെ എണ്ണം അവയുടെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ്. എന്താ പറഞ്ഞത്? ഒട്ടകമുണ്ട്, ഒട്ടക പക്ഷികളുണ്ട് ഒരു ഗ്രൂപ്പിൽ. ഓക്കെ, അവയുടെ കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവയുടെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ്. എന്നാൽ ഒട്ടകത്തിന്റെ എണ്ണം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, മനസ്സിലായോ? എന്താണ്? ഒരു ഗ്രൂപ്പിൽ ഒട്ടകമുണ്ട്, ഒട്ടക പക്ഷികളുമുണ്ട്. ഓക്കെ, ഒട്ടകങ്ങളുടെ എണ്ണം നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. ഓക്കെ, ഒട്ടക പക്ഷികളുടെ എണ്ണം നമ്മൾ y ആക്കിയും എടുക്കുന്നു. ഓക്കെ, ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞത്? ഒട്ടകവും ഒട്ടക പക്ഷികളുമുള്ള ഒരു ഗ്രൂപ്പില് അവയുടെ കാലുകളുടെ എണ്ണം. ഓക്കെ, അവയുടെ കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അവരുടെ കാലുകളുടെ എണ്ണം. ഒട്ടകങ്ങളുടെ കാലുകളുടെ എത്രയാണ്? ഒട്ടകങ്ങൾക്ക് 4 കാലാണ് അല്ലെ? ആകെ എണ്ണം എത്രയാണ് ഒട്ടകങ്ങളുടെ? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4x കാലുകൾ ഒട്ടകങ്ങൾക്ക് മാത്രമായിട്ടുണ്ടാവും അല്ലെ? 4x കാലുകൾ ഒട്ടകങ്ങൾക്ക് മാത്രമായിട്ടുണ്ടാകും. ഓക്കെ, ഒട്ടക പക്ഷിയുടെ എണ്ണം എത്രയാണ്? y ആണല്ലോ. ഒട്ടക പക്ഷിക്ക് എത്ര കാല? 2 കാലല്ലേ? ഓക്കെ, അപ്പൊ 2y അല്ലെ? ഇതാണ് ഒട്ടകങ്ങളുടെയും ഒട്ടക പക്ഷികളുടെയും ആകെ കാലുകളുടെ എണ്ണം. ഓക്കെ, 4x + 2y അല്ലെ? എന്താ ചോദ്യത്തിൽ പറഞ്ഞത്? അവയുടെ കാലുകളുടെ എണ്ണം അവയുടെ തലയുടെ എണ്ണം എത്രയാണ്? x + y അല്ലേ? ഓക്കെ, അവയുടെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ്. ഓക്കെ, 2 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്താ ഇക്വേഷൻ? 4x + 2y എന്ന് പറയുന്നത് x + y × 2 + 14 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ചെയ്ത് നോക്കൂ വേഗം. എല്ലാവരും ചെയ്ത് നോക്കിയേ. വേഗം ചെയ്ത് നോക്കൂ. ഓക്കെ, x + y നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2നെ ആദ്യം x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2x കിട്ടി, പ്ലസ് 2y കിട്ടി, പ്ലസ് 14 കിട്ടി അല്ലെ? ഇതാണ് എന്ത്? 4x + 2y അല്ലെ? 2y സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇവിടെ 2x ഉണ്ട്, 4x ഉണ്ട്, ഇവിടെ ഒരു 14 ഉണ്ട്. ഈ 2xനെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് കിട്ടി 2x എന്ന് പറയുന്നത് 14 എന്ന് കിട്ടി. അതായത് x എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, എന്താണ്? ഒട്ടകങ്ങളുടെ എണ്ണമാണ് 7. അതല്ലേ ചോദ്യത്തിൽ ചോദിച്ചത് അല്ലെ? എന്താണ്? എന്നാൽ ഒട്ടകത്തിന്റെ എണ്ണം എത്ര കിട്ടി? 7 എന്ന് കിട്ടി. 7 കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ.
മനസ്സിലായല്ലോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. നോക്കിയേ, എന്താണ് ഒട്ടകവും ഒട്ടക പക്ഷികളുമുള്ള ഒരു ഗ്രൂപ്പിൽ അവയുടെ കാലുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവയുടെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ് അല്ലെ? നോക്കൂ, അവയുടെ കാലുകളുടെ എണ്ണമാണ് നമ്മൾ സമത്തിന്റെ ഇടതുഭാഗത്തായിട്ട് എഴുതിയത്. നോക്കൂ, എക്സ് ആണ് ഒട്ടകങ്ങളുടെ എണ്ണം, ഒട്ടക പക്ഷികളുടെ എണ്ണം y ആണ്. ഒട്ടകങ്ങൾക്ക് 4 കാലാണ് അല്ലെ? അതുകൊണ്ട് നമ്മൾ 4x എടുത്തു ഒട്ടകങ്ങളുടെ ആകെ കാലുകൾ. ഓക്കെ, പ്ലസ് 2y എന്താണ്? ഒട്ടക പക്ഷികളുടെ ആകെ കാലുകളുടെ എണ്ണമാണ് 2y. 4x പ്ലസ് 2y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നിങ്ങൾ നോക്കിയേ, അവയുടെ തലയുടെ എണ്ണത്തിന്റെ എണ്ണം എത്രയാണ്? x പ്ലസ് y ആണ്. ഓക്കെ, അതിന്റെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ ഇൻറ്റു 2 പ്ലസ് 14 മടങ്ങിനേക്കാൾ 14 കൂടുതലാണ്. അത് നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് 2x എന്ന് പറയുന്നത് 14 എന്ന് കിട്ടി. ഓക്കെ, x എന്ന് പറയുന്നത് 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എക്സാമിന് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അല്ലെ? ഇപ്പൊ നമ്മൾ എക്സ് വെച്ചാണ് ചെയ്തത്. എന്നാൽ ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ, ഓക്കെ, 1 സെക്കൻഡ് പോലും വേണ്ട എന്ന് ഞാൻ പറയും, അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, എന്താണ് ഇതേ മോഡൽ? ഓക്കെ, ഇതേ മോഡൽ ക്വസ്റ്റൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കൂ, 4 കാലുള്ള ഒരു ജീവിയും 2 കാലുള്ള ഒരു ജീവിയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, അവയുടെ തലയുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ എത്രയോ സംഖ്യ കൂടുതലാണ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എത്രയാണോ കൂടുതൽ അതിന്റെ പകുതി അങ്ങ് എടുത്താൽ മതി. ഓക്കെ, എത്രയാണോ കൂടുതൽ, 2 മടങ്ങിനേക്കാൾ എത്രയോ കൂടുതൽ എന്ന് പറയുമല്ലോ. ഇവിടെ 14 ആണ്, 14ന്റെ പകുതി എത്രയാണ്? 7 ആണ്. ഓക്കെ, ഇനിയിപ്പോ 24 ആണെങ്കിലോ 12 ആയിരിക്കും. ഓക്കെ, 12 ആയിരിക്കും ഒട്ടകത്തിന്റെ എണ്ണം, അതായത് 4 കാലുള്ള ജീവിയുടെ എണ്ണം 12 ആയിരിക്കും. നോക്കൂ, ഇനിയിപ്പോ ഒരു 30 ആണെങ്കിലോ 15 ആയിരിക്കും ആ 4 കാലുള്ള ജീവിയുടെ എണ്ണം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, എളുപ്പ വഴി ഇതാണ്. എത്രയാണോ കൂടുതൽ എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും എന്ത്? 4 കാലുള്ള ജീവിയുടെ എണ്ണം. എത്രയാണോ കൂടുതൽ എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും 4 കാലുള്ള ജീവിയുടെ എണ്ണം. മനസ്സിലായോ? ഓക്കെ ആണോ? സെറ്റ് ആയില്ലേ? ഓക്കെ, ആ ഒരു എളുപ്പ വഴിയും കൂടി കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4 കാലും 2 കാലും ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, മുൻപത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അലിഗേഷൻ വെച്ച് ചെയ്യാം, നമ്മൾ ആ പഠിച്ച ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്യാം. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് വെച്ച് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഒരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. എന്താണ്? 2 മടങ്ങിനേക്കാൾ എത്രയാണോ കൂടുതൽ എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും എന്ത്? 4 കാലുള്ള ജീവിയുടെ എണ്ണം. സാധാരണ 4 കാലുള്ള ആ ജീവിയുടെ എണ്ണം മാത്രമാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ആ 2 കാലുള്ള ജീവിയുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന്റെ വാല്യൂ ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് y പിന്നെ ആ രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്കാണ് കടക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എന്താണ് ടൈപ്പ് 2? എന്താണ്? 10⁻999 എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കൂ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അല്ലെ? നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണോ? നിങ്ങൾ ശ്രമിച്ചു നോക്കിയേ, പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. കിട്ടുന്നുണ്ടോ? എളുപ്പമാണ്, നമുക്ക് നോക്കാം. എന്താണ്? നമ്മൾ 10നെ അല്ലെ 10⁻1 എന്താണ്? 10⁻1 എന്താണ്? 10 ആണ് അല്ലെ? 10⁻1 10 ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പവർ 1 ആണ് വന്നത് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. 10⁻2 അല്ലെങ്കിൽ 10 സ്ക്വയർ എത്ര കിട്ടി? 100 കിട്ടി. ഓക്കെ, ഇനി നോക്കൂ, 10 ക്യൂബ് അല്ലെ? 10 ക്യൂബ് എത്ര കിട്ടും? 1000 കിട്ടും. 1000 കിട്ടും അല്ലെ? നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് മാറുന്നത്? നോക്കൂ, 1 മാറി അല്ലെ? പവർ ആണ് മാറുന്നത് അല്ലെ? ഇവിടെ 1 വന്നു, തൊട്ട് താഴെ നോക്കൂ 2 വന്നു, അതിന്റെ താഴെ നോക്കൂ 3 വന്നു അല്ലെ? ഇവിടെ ഈ 1, 2, 3 ഒക്കെ മാറുന്നുണ്ട്, അതായത് പവർ മാറുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന സംഖ്യ നിങ്ങൾ നോക്കൂ, അവിടെ എന്താണ് മാറ്റം? ഇവിടെ 0 കൂടിക്കൂടി വരിക. ഒന്നും കൂടി പറയുകയാണെങ്കിൽ അവിടെ അക്കങ്ങൾ കൂടിക്കൂടി വരുന്നു. ഓക്കെ, ഒന്നും കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അവിടെ അക്കങ്ങൾ കൂടിക്കൂടി വരുന്നു അല്ലെ? ഈ കൂടിക്കൂടി വരുന്നത് എന്താണ്? അക്കങ്ങളാണ്. ഇവിടെയോ? ഇവിടെ പവർ ആണ് കൂടി വരുന്നത് അല്ലെ? ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ എത്ര അക്കങ്ങളുണ്ട്? 2 ഉണ്ട്. ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ എത്ര അക്കങ്ങളുണ്ട്? 3 അക്കങ്ങളുണ്ട് അല്ലെ? ഇവിടെ 3 വന്നപ്പോൾ പവർ 10ന്റെ പവറായിട്ട് 3 വന്നപ്പോൾ എത്ര അക്കങ്ങളുണ്ട്? ഇവിടെ 4 അക്കങ്ങൾ ഉണ്ട്. മനസ്സിലായോ? 10ന്റെ പവർ 3 വന്നപ്പോൾ ഇവിടെ 4 അക്കങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 10ന്റെ പവർ
999 വന്നാൽ എത്ര അക്കങ്ങൾ ഉണ്ടാകും? എത്ര അക്കങ്ങൾ ഉണ്ടാവും? അത് തന്നെ, എത്രയാണ്? 1000 ആണ്. 1000 ആണ് അല്ലെ? എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, വെരി ഗുഡ്. എത്രയാണ്? 1000 ആണ് അല്ലെ? എത്ര അക്കങ്ങൾ ഉണ്ട്? 1000 അക്കങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. എത്രയാണ്? 10ന്റെ പവർ 499 വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര അക്കങ്ങൾ ആ ഒരു സംഖ്യയിൽ ഉണ്ടാകും? എത്രയുണ്ടാവും? 500 ഉണ്ടാവും. ഒരു സംശയവും വേണ്ട അല്ലെ? പവറിനോട് 10ന്റെ പവർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനോട് 1 കൂട്ടുക. എന്താണ്? പവറിനോട് 1 കൂട്ടുന്നത് എത്രയാണോ അത്രയും അക്കങ്ങൾ നമുക്ക് ഉണ്ടാകും. ഓക്കെ, കിട്ടിയോ? കിട്ടി. 500 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. എന്താണ്? 10ന്റെ പവർ ആയിട്ട് ഒരു സംഖ്യ തന്നിട്ട് അതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പവർ എത്രയാണോ അതിനോട് 1 കൂട്ടി അത്രയും അക്കങ്ങൾ ആ ഒരു സംഖ്യയിൽ ഉണ്ടാകും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് വേഗം ചെയ്തു നോക്കൂ. എന്താണ്? 10⁻99 എത്ര അക്കങ്ങളുണ്ട്? എത്ര അക്കങ്ങളുണ്ട്? 100 അല്ലേ? 100 അല്ലേ? അല്ലെ? 99നോട് നമ്മൾ 1 കൂട്ടുന്നു, 100 കിട്ടി. നോക്കൂ, 10⁻1499 എത്ര അക്കങ്ങളുണ്ട്? 1500 അക്കങ്ങൾ ഉണ്ട് അല്ലെ? 1499നോട് 1 കൂട്ടുന്നു, 1500 കിട്ടി അല്ലെ? കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണേ ഉത്തരം. ഓക്കെ, കിട്ടി. ഓക്കെ, വെരി ഗുഡ്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്? 10ന്റെ പവർ ആയിട്ട് ഒരു സംഖ്യയെ തരുന്നു അല്ലെ? 10ന്റെ കൃതിയായിട്ട് അല്ലെ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൃതിയായിട്ട് അല്ലെ? 10ന്റെ കൃതിയായിട്ട് നമുക്ക് തരികയാണെങ്കിൽ അതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അതിന്റെ കൃതി, എത്രയാണോ അതിന്റെ പവർ, അതിനോട് 1 കൂട്ടിയ അത്രയും അക്കങ്ങൾ ആ ഒരു സംഖ്യയിൽ ഉണ്ടായിരിക്കും. സെറ്റാണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, നോക്കൂ. എന്താണ്? ടൈപ്പ് 3 ആണ്. നോക്കിയേ. എന്താണ്? 1 × 3 × 5 × 7 × 9 × 11 × 13 × 15 × 19 × 21 ഈ ക്രിയയിൽ ലഭിക്കുന്ന സംഖ്യയിൽ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ട്? എന്താണ് ഈ ട്രെയിലിംഗ് പൂജ്യങ്ങൾ? എന്താണ് ട്രെയിലിംഗ് പൂജ്യങ്ങൾ? ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? പിന്നെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നോക്കൂ. ഇവിടെ നോക്കൂ. 005100 എന്ന് നമ്മളൊരു സംഖ്യ എഴുതുന്നു അല്ലെ? എത്രയാണ്? 5100 ആണ് ഈ സംഖ്യ അല്ലെ? പക്ഷെ നമ്മൾ അതിന്റെ മുൻപ് 2 0 കൊടുത്തു അല്ലെ? നിങ്ങൾ ഈ ആദ്യം കാണുന്ന 0 ഇല്ലേ? ആദ്യം കാണുന്ന 0 അവയെ നമ്മൾ എന്ത് പറയുന്നു? ലീഡിംഗ് സീറോസ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ്? ലീഡിംഗ് സീറോസ് അല്ലെ? ലീഡിംഗ് സീറോസ് എന്ന് പറയുന്നു. നോക്കൂ, എന്നാൽ ആ ഒരു നമ്പർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പൂജ്യങ്ങൾ നോക്കൂ ഇവിടെ അല്ലെ? ഈ പൂജ്യങ്ങളില്ലേ? ഇവയാണ് നമ്മൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്താണ്? നമ്പർ കഴിഞ്ഞു വരുന്ന പൂജ്യങ്ങളാണ് നമ്മൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സംഖ്യയിൽ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങളെയാണ് നമ്മൾ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിനി ട്രെയിലിംഗ് പൂജ്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ്? ഈ ഒരു ക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംഖ്യ ലഭിക്കുമല്ലോ അല്ലെ? ആ സംഖ്യയിൽ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം. എന്താണ്? ഒരു സംഖ്യ തന്നിട്ട് അല്ലെ? ഒരു സംഖ്യ ഉള്ളത് നോക്കൂ. എന്താണ്? ഇപ്പോ 150. ഇതിൽ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങളുണ്ട്? ഒറ്റയൊരു ട്രെയിലിംഗ് പൂജ്യമാണുള്ളത് അല്ലെ? ഒറ്റയൊരു ട്രെയിലിംഗ് പൂജ്യമാണുള്ളത് അല്ലെ? നിങ്ങൾ നോക്കൂ. 1500 അല്ലെ? 1500. ഓക്കെ, ഇവിടെ എത്രയാണ്? 2 ട്രെയിലിംഗ് പൂജ്യമാണുള്ളത് അല്ലെ? ഇനി നോക്കൂ. 15000. അവിടെയോ? അവിടെ 3 ട്രെയിലിംഗ് പൂജ്യങ്ങളുണ്ട് അല്ലെ? 3 ട്രെയിലിംഗ് പൂജ്യങ്ങളുണ്ട് അല്ലെ? നിങ്ങൾ നോക്കിയേ. 150 നമുക്ക് ഇങ്ങനെ എഴുതാലോ. 15 × 10 എന്ന് എഴുതാലോ. ഓക്കെ, നോക്കൂ. അടുത്ത് നോക്കൂ. 1500നെ 15 × 10 × 10 എന്നും എഴുതാലോ. ഓക്കെ, ഇനി നോക്കൂ. 15000 നമുക്ക് 15 × 10 × 10 × 10 എന്നും എഴുതാം അല്ലെ? ഇവിടെ എന്താണ്? പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്
10നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ എണ്ണവും കൂടി വരുന്നു. ശ്രദ്ധിച്ചില്ലേ? അതായത് ഒരു സംഖ്യയിൽ ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ടെങ്കിൽ എത്രയാണോ ട്രെയിലിംഗ് പൂജ്യങ്ങൾ വരുന്നത് അത്രയും തവണ അവിടെ നമുക്ക് ആ ഒരു സംഖ്യയെ ഘടകങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ എന്താക്കാം, 10ന്റെ ഘടകങ്ങൾ അത്രയും ഉണ്ടാകും എന്നാണ് അർത്ഥം. അല്ലെ, മനസ്സിലായോ? നിങ്ങൾ നോക്കിയേ, 150ൽ ഒറ്റയൊരു പൂജ്യമാണുള്ളത്. അതിനർത്ഥം ആ ഒരു സംഖ്യയിൽ 10ന്റെ ഒരു ഘടകം ഉണ്ട്. അല്ലെ, നോക്കൂ, 1500 ആണെങ്കിൽ അവിടെയോ 2 പൂജ്യം ഉണ്ട്. അതിനർത്ഥം 2 10ന്റെ ഘടകങ്ങൾ ഉണ്ട്. 15000ത്തിലോ 3 പൂജ്യമാണുള്ളത്. അല്ലെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 10ന്റെ ഘടകങ്ങൾ ഉണ്ട്. കാര്യം മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി എളുപ്പത്തിൽ ചെയ്യാലോ. എന്താണ്, ഈ ഒരു സംഖ്യയിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയില് എത്ര 10ന്റെ ഘടകങ്ങൾ കിട്ടും എന്ന് നമ്മൾ നോക്കിയാ പോരെ? ഓക്കെ, എപ്പോഴൊക്കെയാണ് നമുക്ക് 10ന്റെ ഘടകങ്ങൾ കിട്ടുന്നത്? എപ്പോഴൊക്കെ 10ന്റെ ഘടകം കിട്ടുക? 10നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടും അല്ലെ? അപ്പോൾ നമുക്കൊരു 10ന്റെ ഘടകം കിട്ടും അല്ലെ? 10ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു സംഖ്യകൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ 10 കിട്ടും അല്ലെ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇനി നോക്കൂ, 2ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 10 കിട്ടും അല്ലെ? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ 10 കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ തന്നെ നമുക്ക് എന്താക്കാം, ഇവിടെ ഒരു 10ന്റെ ഒരു സാധ്യത നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, ഇനി നോക്കൂ, 2ഉം 5ഉം വരണം അല്ലെ? 2ഉം 5ഉം വരണം. ഇവിടെ നോക്കൂ, എവിടെയെങ്കിലും 2ഉം 5ഉം വരുന്നുണ്ടോ? 2ഉം 5ഉം വരുന്നുണ്ടോ? നോക്കൂ, ഇവിടെ 5 ഉണ്ട്. ഇതാ ഇവിടെ 15 ഉണ്ട്. 15 നമുക്ക് 3 × 5 എന്ന് എഴുതാലോ. അങ്ങനെ നമുക്ക് ഇവിടെ 5 കിട്ടും. പക്ഷെ ഇവിടെ നോക്കൂ, വേറെ എവിടെയെങ്കിലും 2 കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? 2 കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു 4 ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അല്ലെ? 2 × 2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 2 കിട്ടി. ഓക്കെ, പക്ഷെ ഇവിടെ എവിടെയും ഇപ്പൊ തന്നിരിക്കുന്നതിൽ എവിടെയും ഒരു 2ന്റെ സാധ്യത നമ്മൾ കാണുന്നേ ഇല്ല അല്ലെ? 2ന്റെ സാധ്യത നമ്മൾ കാണുന്നേ ഇല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇവിടെ 10 വരാനുള്ള ചാൻസ് എവിടെയും ഇല്ല അല്ലെ? 10 വരാനുള്ള ചാൻസ് എവിടെയും ഇല്ല. അതിനർത്ഥം ഈ ക്രിയ ചെയ്ത് കിട്ടുന്ന സംഖ്യയിലെ ട്രെയിലിംഗ് പൂജ്യങ്ങൾ എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, നോ ട്രെയിലിംഗ് സീറോസ്. ഓക്കെ, നോ ട്രെയിലിംഗ് സീറോസ്. ഓക്കെ, എന്താണ്, ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഈ ഒരു ക്രിയയിൽ നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ട്രെയിലിംഗ് പൂജ്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? അത് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലായോ? 10 കണ്ടുപിടിച്ചാൽ 10 ഘടകമായി വരുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെറ്റ് ആണല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പൊ പറഞ്ഞതില്? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. എന്താണ് 1 × 2 × 3 × 4 × 5 × 7 × 9 × 11 × 13 × 15 × 19 × 21 ഈ ക്രിയയിൽ ലഭിക്കുന്ന സംഖ്യയിൽ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് വേഗം കണ്ടുപിടിച്ചേ, ഇപ്പൊ നിങ്ങൾ പഠിച്ചതല്ലേ? ഓക്കെ, എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങളുണ്ട്? ഒന്ന് വേഗം കണ്ടുപിടിക്കൂ. വേഗം കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. ഇവിടെ നോക്കൂ, നമുക്ക് എന്താണ് 10ന്റെ ഘടകമായിട്ട് എങ്ങനെയൊക്കെ വരാം അല്ലെ? ഈ ഒരു കിട്ടുന്ന സംഖ്യയിലെ 10ന്റെ ഘടകം ഏതൊക്കെ രീതിയിൽ വരാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കൂ, 5 കാണുന്നുണ്ടോ? ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെ? ഇവിടെ ഒരു 5 ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, 15 ഉണ്ട് അല്ലെ? 15 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം അല്ലെ? 3 × 5 എന്ന് എഴുതാം അല്ലെ? ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 5 കിട്ടി. വേറെ എവിടെയെങ്കിലും ഉണ്ടോ 5? വേറെ എവിടെയില്ല അല്ലെ? ഇവിടെ 15ന്റെ 3 × 5 എന്ന് നമുക്ക് എഴുതാം അല്ലെ? നോക്കൂ, ഇപ്പൊ ഇവിടെ 2 5 കിട്ടി അല്ലെ? 2 5 കിട്ടി. 5 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്കെ, നോക്കൂ, 2 ഇനി 2 അല്ലേ നോക്കണ്ടേ? 5 × 2 അല്ലേ 10 അല്ലെ? അപ്പൊ ഇനി എത്ര 2 ഉണ്ട് എന്ന് നമ്മൾ നോക്കണം അല്ലെ? ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്.
ഇനി നോക്കൂ 4 4ൽ 2 ഇല്ലേ? എത്ര 2 ഉണ്ട്? 2 × 2 ഉണ്ട്. അതായത് ഇവിടെ ഒരു 2 ഉണ്ട്, വീണ്ടും ഒരു 2, പിന്നെയും ഒരു 2 അല്ലെ? അതായത് 3 2 ഉണ്ട്. വേറെ എവിടെയെങ്കിലും 2 ഉണ്ടോ? വേറെ എവിടെയെങ്കിലും 2 ഉണ്ടോ? ഇല്ല. അതായത് 2 എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ട് അല്ലെ? നോക്കൂ ഇവിടെ നോക്കൂ, 5 2 എണ്ണം ഉണ്ട്, 2 3 എണ്ണം ഉണ്ട് അല്ലെ? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? 5ലെ 2 എണ്ണം അല്ലെ? ഒരു 5 എടുത്തു, പിന്നെ ഒരു 2 എടുത്തു, ഓക്കെ, ഇൻറ്റു പിന്നെ ഒരു 5 എടുത്തു ഇവിടുന്ന് അല്ലെ? പിന്നെ ഒരു 2 എടുത്തു അല്ലെ? ബാക്കി വരുന്ന 2 അത് നമ്മൾ നോക്കണ്ട അല്ലെ? അതിന് 5 ഇല്ലാണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അതായത് 2 പെയർ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ? അതായത് 2 10 കിട്ടും അല്ലെ? ഇവിടെ ഒരു 10 കിട്ടി, ഇൻറ്റു ഇവിടെയും ഒരു 10 കിട്ടി. അതായത് നമുക്ക് ഈ ക്രിയ ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യയിൽ എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ടാവും? എത്ര ട്രെയിലിംഗ് പൂജ്യങ്ങൾ ഉണ്ടാവും? 2 ട്രെയിലിംഗ് പൂജ്യം ഉണ്ടാവും അല്ലെ? 10 × 10 എത്ര കിട്ടുന്നത്? 100 അല്ലേ? അതായത് 2 ട്രെയിലിംഗ് പൂജ്യങ്ങളായിരിക്കും ഈ ഒരു ക്രിയ ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യയിൽ ഉണ്ടാവുക. ഓക്കെ, എന്താണ്? 2 ട്രെയിലിംഗ് സീറോസ് ഉണ്ടാകും. 2 ട്രെയിലിംഗ് സീറോസ് ഉണ്ടാകും. മനസ്സിലായോ? 2 എണ്ണം ഉണ്ടാവും ട്ടോ. ഓക്കെ, 2 എണ്ണം ഉണ്ടാകും. 2 ട്രെയിലിംഗ് സീറോസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് 4ൽ 2 × 2 കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് ആ ഒരു 2 എണ്ണവും പിന്നെ 2 എന്ന് പറയുന്ന ആ ഒരു 2 കൂടി കിട്ടും. അങ്ങനെ മൊത്തം 3 2 കിട്ടി. പിന്നെ 5 ഇവിടെ ഒരു 5 കിട്ടി. പിന്നെ എന്താണ്? 15ൽ ഒരു 5 ഉണ്ട് അല്ലെ? ആ ഒരു 5ഉം കൂടി എടുത്തു. ഓക്കെ, അങ്ങനെ നമുക്ക് 2 പെയർ ആയിട്ട് 5ഉം 2ഉം കിട്ടി അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 10 കിട്ടി. 2 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. അതായത് 2 ട്രെയിലിംഗ് സീറോസ് ഉണ്ടാകും. സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്ക് കിടക്കുകയാണ്. നോക്കൂ എന്താണ് ചോദ്യം, ഒന്ന് വായിച്ചു നോക്കൂ. എന്താണ്? ഒരു പരീക്ഷയിൽ രാമുവിന് ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വീതം ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് വീതം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവൻ 75 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് 125 മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ശരിയായ ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം അല്ലെ? ഒരു പരീക്ഷയുണ്ട്, രാമുവിനാണ് പരീക്ഷ. ഓക്കെ, എന്താണ്? 75 ചോദ്യങ്ങളാണ് രാമു അതിൽ ചെയ്തത്. ഓക്കെ, 75 ചോദ്യങ്ങൾ ചെയ്തു. ഓക്കെ, ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് കിട്ടും. ഓക്കെ, എന്നാൽ ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവ് മാർക്കായിട്ട് 1 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, 75 ചോദ്യങ്ങളാണ് ചെയ്തത്. ഓരോ ശരിയുത്തരത്തിനും 4 കിട്ടും, ഓരോ തെറ്റിനും 1 കുറയുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം 125 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? രാമുവിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിയായി ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യും? എളുപ്പമാണ്. എക്സ് വെച്ച് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് എളുപ്പമുള്ള മറ്റൊരു മെത്തേഡും കൂടി നോക്കാം. ഓക്കെ, എന്താണ്? ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വീതം ലഭിക്കുന്നു അല്ലെ? ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വീതം ലഭിക്കുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശരിയുത്തരങ്ങൾ, രാമു കൊടുത്ത ശരിയുത്തരങ്ങൾ എക്സ് ആക്കി നിങ്ങൾ എടുക്കുക. ഓക്കെ, എക്സ് ആക്കി നിങ്ങൾ എടുക്കുക. ഓക്കെ, നോക്കൂ, അങ്ങനെയാണെങ്കിൽ തെറ്റ് ഉത്തരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? നോക്കൂ, മൊത്തം 75 ചോദ്യങ്ങളാണ് അല്ലെ? അതിൽ എക്സ് എണ്ണം ശരിയുത്തരമാണ്. ഓക്കെ, എക്സ് എണ്ണം ശരിയുത്തരമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റിയത് എത്ര ഉണ്ടാവും? 75 മൈനസ് എക്സ് ആയിരിക്കും അല്ലെ? 75 മൈനസ് എക്സ് ആയിരിക്കും. ഇനി എളുപ്പത്തിൽ ചെയ്യാലോ. എന്താണ്? ശരിയുത്തരങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 4 മാർക്കാണ്. അതായത് എക്സ് ശരിയുത്തരങ്ങൾ ചെയ്യുമ്പോൾ 4x മാർക്ക് കിട്ടുന്നുണ്ട് അല്ലെ? എക്സ് ശരിയുത്തരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ 4x മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പ്ലസ് എന്താണ്? തെറ്റുത്തരങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 75 മൈനസ് എക്സ് തെറ്റുത്തരങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിന് -1 വെച്ചിട്ടല്ലേ? ഇൻറ്റു -1 മാർക്ക് വെച്ചിട്ടാണ് അതിനും കിട്ടുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. 4x മൈനസ് 75 പ്ലസ് എക്സ് എന്ന് കിട്ടും അല്ലെ? 4x മൈനസ് 75 പ്ലസ് എക്സ് എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഈ മൈനസിന് നമ്മൾ -75 കിട്ടി അല്ലെ? ഇനി ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? പ്ലസ് എക്സും എന്ന് കിട്ടും അല്ലെ? അതായത് 4x പ്ലസ് എക്സ്, അതായത് 5x എന്ന് പറയുന്നതാണ് എത്ര? 75 അല്ലെ? 5x മൈനസ് 75 എന്ന് കിട്ടും അല്ലെ? ആ 5x നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? 5x എന്ന് പറയുന്നത് എത്ര കിട്ടി? 75 എന്ന് കിട്ടി. സോറി. ഓക്കെ, നമുക്കൊരു ഒരു കാര്യം 4x മൈനസ് 75 പ്ലസ് എക്സ് എന്ന് കിട്ടി അല്ലെ? അതായത് 5x
-75 രാമുവിന് കിട്ടിയ ആകെ മാർക്കുകൾ അല്ലെ. 5x - 75 എന്ത് രാമുവിന് കിട്ടിയ ആകെ മാർക്കുകൾ. അതെത്രയാണ്? 125 125. ഓക്കെ, എത്രയാണ്? 5x - 75 രാമുവിന് കിട്ടിയ ആകെ മാർക്കുകൾ. അതെത്രയാണ്? 125. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5x എന്ന് പറയുന്നത് എത്രയാണ്? 200 അല്ലെ. 5x എത്രയാണ്? 200. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണ്? 200/5 അല്ലേ. അതായത് എത്രയാണ്? 40 എന്ന് പറഞ്ഞാൽ ശരിയുത്തരങ്ങൾ എത്രയെണ്ണം ചെയ്തു? 40 ശരിയുത്തരങ്ങൾ ചെയ്തു. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, 40 കിട്ടിയില്ലേ? ഓക്കെ, ശരിയുത്തരങ്ങൾ എന്ന് പറയുന്നത് 40 കിട്ടി. മനസ്സിലായോ? ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ശരിയുത്തരങ്ങൾ നമ്മൾ x ആക്കി എടുക്കുന്നു. തെറ്റുത്തരങ്ങൾ നമ്മൾ 75 - x എന്ന് കൊടുക്കുന്നു. എന്താണ് 75? രാമു ആകെ ചെയ്ത ചോദ്യങ്ങൾ എത്രയാണ്? 75 എണ്ണമാണ്. ഓക്കെ, ശരിയുത്തരങ്ങൾ x ആവുകയാണെങ്കിൽ തെറ്റുത്തരങ്ങൾ കൊടുത്ത ചോദ്യങ്ങൾ എത്രയുണ്ട്? 75 - x ആയിരിക്കും. ഓക്കെ, ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വീതം കിട്ടുന്നു. അതായത് 4x + 75 - x, അതായത് തെറ്റുത്തരങ്ങൾ ഇൻറ്റു -1. എന്താണ്? ഓരോ തെറ്റുത്തരത്തിനും -1 മാർക്ക് വെച്ചാണ് കുറയുന്നത്. അതെ, നെഗറ്റീവ് മാർക്ക് -1. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 4x - 75 + x എന്ന് കിട്ടി അല്ലെ. അതെന്താണ്? 5x - 75. അതെന്താണ്? ആ കിട്ടിയ ടോട്ടൽ മാർക്ക് എത്രയാണ്? 125 ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5x എന്ന് പറയുന്നത് 200 അല്ലെ. x എത്രയായിരിക്കും? 40 ആയിരിക്കും. x വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ശരിയായ ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം 40 ആണ്. കിട്ടിയല്ലോ? 40 കിട്ടിയല്ലോ. ഓക്കെ, 40 കിട്ടി. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു രീതിയിലും കൂടി ചെയ്യാം. അതെങ്ങനെയാണ്? അലിഗേഷൻ മെത്തേഡാണ്. നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു അലിഗേഷൻ മെത്തേഡ്. ആ ഒരു അലിഗേഷൻ മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും, എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒരു പരീക്ഷ രാമുവിന് ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് കിട്ടി. ശരി നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ തെറ്റ് കിട്ടിയ അതിന്റെയും കാര്യങ്ങളൊക്കെ അവിടെയാണ് എഴുതുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, 75 ചോദ്യങ്ങളാണ് ആകെ രാമു കൊടുത്തത് അല്ലെ. 75 ചോദ്യങ്ങളാണ് ആകെ രാമു ചെയ്തത്. ഓക്കെ, 75 ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ എന്താണ്? 75 ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ ഈ 75 ചോദ്യത്തിനും 4 മാർക്ക് വെച്ച് കിട്ടില്ലേ? ഈ 75 ഉത്തരത്തിനും 4 മാർക്ക് വെച്ച് കിട്ടില്ലേ? അതായത് 75 × 4 300 മാർക്ക് കിട്ടും അല്ലേ. എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നുവെങ്കിൽ 300 മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കൂ, ഈ 75 ഉത്തരങ്ങളും തെറ്റിയിരുന്നെങ്കിലോ? 75 ഉത്തരങ്ങളും തെറ്റിയിരുന്നെങ്കിൽ എത്ര കിട്ടും? -75 മാർക്കായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ അല്ലെ. 75 ഉത്തരങ്ങളും തെറ്റിക്കഴിഞ്ഞാൽ -75 മാർക്കാണ് ആർക്ക് കിട്ടുക? രാമുവിന് കിട്ടുക. ഓക്കെ, ഇത്രയും സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നോക്കൂ, എത്രയാണ് രാമുവിന് കിട്ടിയത്? 125 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഇവയുടെ വ്യത്യാസം? ദാ ഇങ്ങനെ എഴുതുന്നു അല്ലെ. 300 ഉം 125 തമ്മിലുള്ള വ്യത്യാസം ദാ ഇവിടെ എഴുതുന്നു. എത്ര കിട്ടി? 175 എന്ന് കിട്ടി അല്ലെ. 175 എന്ന് കിട്ടി. ഇവിടെയോ? ഇവിടെ എത്ര വരും? 125ഉം 75ഉം കൂടി വരുമ്പം 200 വരും. ഓക്കെ, ഇത് എന്താണ്? റേഷ്യോ ആണ്. എന്താണ്? ശരിയുത്തരങ്ങളുടെയും തെറ്റുത്തരങ്ങളുടെയും റേഷ്യോ ആണ് 200:175 എന്നുള്ളത്. അതായത് 8:7 എന്ന് കിട്ടും. 8:7 എന്ന് കിട്ടും. ഓക്കെ, 8:7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം ചെയ്ത ചോദ്യങ്ങൾ എത്രയാണ്? 75 ആണ്. 75ല് ശരിയായിട്ട് ചെയ്തത് സൂചിപ്പിക്കുന്ന ഏതാണ്? 8 ആണ്. 8 എത്ര ചെയ്താൽ മതി? 15 ചെയ്താൽ മതി അല്ലെ. 8 7 15. എത്ര കിട്ടും? ഇവിടെ 5 ആയി, ഇവിടെ 1 ആയി. 8 × 5 40 എന്ന് കിട്ടും. 40 എന്ന് കിട്ടും. ഓക്കെ, അലിഗേഷൻ മെത്തേഡ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? എന്താണ്? ഒരു പരീക്ഷയിൽ രാമുവിന് ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് കിട്ടും, ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വീതം കുറയും അല്ലെ. 75 ചോദ്യങ്ങൾ ആകെ ചെയ്തത്, ആകെ കിട്ടിയ മാർക്ക് 125 ആണ്. ഓക്കെ, ആ 125 ആണ് നമ്മൾ നടുക്കെഴുതിയത്. ഇനി എല്ലാ ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ 300 മാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി എല്ലാ ചോദ്യങ്ങളും തെറ്റിയിട്ടാണ് ഉത്തരം കൊടുത്തതെങ്കിൽ അവിടെ 75 മാർക്ക് അല്ലെ, -75 മാർക്ക് ആയി പോവുകയായിരുന്നു. ഓക്കെ, ഇനി നോക്കൂ, ഇനി എന്താണ് ഇതിന്റെ വ്യത്യാസം നമ്മൾ എടുക്കുന്നു. 300ഉം 125 നമ്മളെ വ്യത്യാസം എടുക്കുന്നു. 175 കിട്ടുന്നു.
ഓക്കെ, നോക്കൂ, ഇനി ഈ വ്യത്യാസം എടുക്കുന്നു. 125 മൈനസ് 75 തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. എത്ര കിട്ടി? 200 കിട്ടി. ഓക്കെ, ഇതെന്താണ്? റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ ആണ്? ശരിയുത്തരത്തിന്റെയും തെറ്റുത്തരത്തിന്റെയും റേഷ്യോ ആണ് അല്ലെ? 200:175. ഓക്കെ, അതായത് 8:7. ശരിയുത്തരത്തിന്റെയും തെറ്റുത്തരത്തിന്റെയും റേഷ്യോ 8:7 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വലിയ സംശയമൊന്നുമില്ലല്ലോ. എന്താണ്? മൊത്തം ചെയ്ത ചോദ്യങ്ങൾ 75 അതിൽ നമുക്ക് ശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 75 × 8/15 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടി. 40 എന്താണ്? ശരിയായിട്ട് ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണമാണ്. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം വേഗം ചെയ്യൂ. വേഗം ചെയ്തേ. ഒരു പരീക്ഷയിലെ ശ്രീജയ്ക്ക് ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതം ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/4 മാർക്ക് വീതം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശ്രീജ 120 ചോദ്യങ്ങൾ ഉത്തരം നൽകിക്കൊണ്ട് 90 മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ശരിയായി ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. വേഗം ചെയ്യൂ. എന്താണ്? അലിഗേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ അല്ലെ? അലിഗേഷൻ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, നോക്കാം. എന്താണ്? ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതം ലഭിക്കുന്നു അല്ലെ? ഓരോ തെറ്റുത്തരത്തിനോ 1/4 മാർക്ക് വീതം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശരി, ഇവിടെ എഴുതുന്നു. തെറ്റിക്കഴിഞ്ഞാലുള്ള മാർക്ക് ഇതാ ഇവിടെയും എഴുതുന്നു. ഓക്കെ, എന്താണ്? 120 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകിയത് അല്ലെ? ഈ 120 ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ എത്ര മാർക്ക് കിട്ടും? 120 മാർക്ക് കിട്ടും അല്ലെ? സംശയമൊന്നുമില്ലല്ലോ. 120 ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ 120 മാർക്ക് ശ്രീജയ്ക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇനി നോക്കൂ, 120 ചോദ്യങ്ങളും തെറ്റിയിരുന്നെങ്കിലോ 1/4 മാർക്ക് വീതം ഓരോ ചോദ്യത്തിനും നഷ്ടപ്പെടും. അതായത് 120ന്റെ 1/4 30 അല്ലെ? 30 നെഗറ്റീവ് പോവും. അതായത് -30 ആയിരിക്കും ശ്രീജയ്ക്ക് കിട്ടുന്ന മാർക്ക്. ഓക്കെ, ഇനി എന്താണ്? ഈ 120 ചോദ്യങ്ങൾ ഉത്തരം നൽകിക്കൊണ്ട് ശ്രീജയ്ക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 90 മാർക്കാണ്. ഓക്കെ, 90 മാർക്കാണ് കിട്ടിയത് അല്ലെ? നോക്കൂ, ഇനി എന്താണ്? 120ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്ത് നമ്മൾ ഇവിടെ എഴുതുന്നു. എത്ര കിട്ടി? 30 കിട്ടി. ഇവിടെയോ ഈ ഒരു -30ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഈ ശരിയുടെ താഴെ ഇവിടെയും എഴുതുന്നു. എത്ര കിട്ടും? 120 കിട്ടും അല്ലെ? അതായത് എത്രയാണ്? 120:30 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എന്ത് ശരിയായിട്ടുള്ള ശരിയുത്തരങ്ങളും തെറ്റുത്തരങ്ങളും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് എന്ത്? 4:1. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, എന്താണ്? ശ്രീജ 120 ചോദ്യങ്ങളാണ് ഉത്തരം നൽകിയത് അല്ലെ? എന്താ നമ്മുടെ ചോദ്യം? ശരിയായിട്ട് ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൊത്തം ശ്രീജ കൊടുത്ത ഉത്തരങ്ങൾ എത്രയാണ്? 120 ആണ്. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ട് നൽകിയത് കണ്ടുപിടിക്കാൻ 5 ൽ 4 ചെയ്താൽ മതി. ഓക്കെ, കിട്ടുമല്ലോ. എത്ര കിട്ടി? 96 കിട്ടുന്നുണ്ടോ? 96 കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും 96 കിട്ടുന്നുണ്ടോ? ഓക്കെ, എത്രയാണ്? 120 5 വെച്ച് ഹരിക്കുകയാണ്. എത്ര കിട്ടി? 24 കിട്ടും. 1. ഓക്കെ, എത്രയാണ്? 24 × 4 എത്ര കിട്ടും? 96 കിട്ടും. 96 കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? തൊണ്ണൂറ്റിയാറാണ് ഉത്തരം. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒന്നും കൂടി നോക്കാം. എന്താണ്? ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതം കിട്ടുന്നു. ഓക്കെ, ഓരോ തെറ്റുത്തരത്തിനും 1/4 കുറയുകയും ചെയ്യുന്നു അല്ലെ? ഈ 120 ചോദ്യങ്ങളും ശരിയായിരുന്നുവെങ്കിൽ 120 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ 120 ചോദ്യങ്ങളും തെറ്റിയിരുന്നുവെങ്കിൽ എത്ര കിട്ടും? -30 കിട്ടും അല്ലെ? 120 ചോദ്യങ്ങളും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ 1/4 എടുക്കുന്നു. എത്ര കിട്ടി? 30 കിട്ടിയില്ലേ? അതായത് -30 കിട്ടും. ഓക്കെ, മനസ്സിലായോ? -30 കിട്ടും എല്ലാ ചോദ്യങ്ങളും ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ. ഓക്കെ, എത്രയാണ് കിട്ടിയത്? 90 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, ആ 90 നമ്മൾ നടുക്ക് എഴുതുന്നു. ഇവ തമ്മിലുള്ള വ്യത്യാസം എഴുതുന്നു. 90ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം -30ഉം തമ്മിലുള്ള വ്യത്യാസം 120 അല്ലെ? 120ഉം 90ഉം തമ്മിലുള്ള വ്യത്യാസം 30. 120:30 എന്നുള്ളതാണ് ഇവിടുത്തെ റേഷ്യോ അല്ലെ? അതായത്
നമ്മൾ ലഘൂകരിക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 4:1 എന്ന് കിട്ടും അല്ലെ. അതായത് ശരിയുത്തരങ്ങളുടെയും തെറ്റുത്തരങ്ങളുടെയും റേഷ്യോ ആണ് എത്ര? 4:1 എന്ന് പറയുന്നത്. ഓക്കെ, 4:1 ആണ് ആ ശരിയുടെയും തെറ്റിന്റെയും റേഷ്യോ എങ്കിൽ ശരിയായി ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം കൊടുത്ത എത്ര ചോദ്യങ്ങളാണ്? 120 അല്ലേ. 120ന്റെ 5ൽ 4 കണ്ടാൽ പോരെ. അതായത് 120 × 5ൽ 4 എത്ര കിട്ടി? 96 കിട്ടും. 96 കിട്ടും. ഓക്കെ, ഇനി തെറ്റ് കണ്ടുപിടിക്കണമെങ്കിലോ 120 × 5ൽ 1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴും കിട്ടും. അല്ലെങ്കിൽ 120 96 കുറച്ചാലും മതി. ഓക്കെ, മനസ്സിലായല്ലോ? 96 കിട്ടിയല്ലോ. ഓക്കെ 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 തെറ്റി പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റിയെന്നൊന്നും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. എന്താണ്? വായിച്ചു നോക്കൂ. 200 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടിവരും? നല്ല രസമുള്ള ചോദ്യമല്ലേ? എന്താണ്? 200 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടിവരും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയേ, 1 മുതൽ 9 വരെ അല്ലെ. 1 മുതൽ 9 വരെ ഒറ്റ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഒറ്റ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എത്ര അക്കങ്ങളുണ്ട്? എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ട് അല്ലെ. 9 സംഖ്യകൾ ഉണ്ട് അല്ലെ. ബാക്കിയുടെ നോക്കൂ. 10 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ 10 മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ എത്ര പിന്നെ 2 അക്കം വരുന്നതാണ് അല്ലെ. 2 അക്കം വരുന്ന സംഖ്യകളാണ് 10 മുതൽ 99 വരുന്നത്. അങ്ങനെയുള്ള എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട് അല്ലെ. നോക്കൂ, 11 മുതൽ 99 വരെ എണ്ണുകയാണെങ്കിൽ നമുക്ക് 89 സംഖ്യകൾ കിട്ടും. കൂടാതെ തന്നെ 10ഉം കൂടി കൂട്ടുകയാണെങ്കിൽ എത്ര കിട്ടി? 90 കിട്ടി അല്ലെ. 90 സംഖ്യകളുണ്ട് അല്ലെ. ഇനി നോക്കൂ, 100 മുതൽ 200 വരെ എത്ര സംഖ്യകളുണ്ട്? അതായത് 3 അക്കം വരുന്ന സംഖ്യകൾ 100 മുതൽ 200 വരെയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള എത്ര സംഖ്യകളുണ്ട്? 101 സംഖ്യകൾ ഉണ്ടാകും അല്ലെ. 101 സംഖ്യകൾ ഉണ്ടാകും. മനസ്സിലായല്ലോ? 101 സംഖ്യകൾ ഉണ്ടാവും അല്ലെ. 101 മുതൽ 200 വരെ 100 സംഖ്യകളുണ്ട്. കൂടാതെ പിന്നെ 100ഉം കൂടി നമ്മൾ കൂട്ടുന്നു. അപ്പൊ എത്ര കിട്ടി? 101 സംഖ്യകൾ കിട്ടി അല്ലെ. അതായത് 9 സംഖ്യകൾ ഒറ്റയക്കം മാത്രമുള്ളതാണ് അല്ലെ. അതായത് 9 ഉണ്ട്. ഓക്കെ, 90 നോക്കൂ, 2 എണ്ണം ഉള്ള അല്ലെ. 2 അക്കമുള്ളതാണ് 90 അല്ലെ. അതായത് 180. ഓക്കെ, 101 × 3 അല്ലെ. 3 അക്കമുള്ള 101 സംഖ്യകളുമുണ്ട്. അതായത് 303. ആകെ എത്രയുണ്ടെന്ന് നോക്കിയാൽ പോരെ. എത്ര കിട്ടി? 2 9 4 492 കിട്ടിയോ? 492 കിട്ടിയോ? എല്ലാവർക്കും 492 കിട്ടിയോ അല്ലെ. എത്രയുണ്ട്? എത്ര അക്കങ്ങൾ വേണ്ടിവരും? 492 അക്കങ്ങൾ വേണ്ടിവരും 200 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിലെ നമ്പർ ഇടുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ മോഡൽ ഒരു ചോദ്യം കൂടിയുണ്ട്. നോക്കൂ, എന്താണ്? 455 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് എത്ര അക്കങ്ങൾ വേണ്ടിവരും എന്നാണ് ചോദ്യം. 455 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന്. ഓക്കെ, നോക്കൂ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ 1 മുതൽ 9 വരെ എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ട് അല്ലെ. ഒറ്റ അക്കം വരുന്ന 9 സംഖ്യകളുണ്ട്. ഓക്കെ, നോക്കൂ, ഇനി ബാക്കി 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളുണ്ട് അല്ലെ. 90 സംഖ്യകളുണ്ട് 2 അക്കം വരുന്നത് അല്ലെ. ഇനി നോക്കൂ, 100 മുതൽ 455 വരെ എത്ര സംഖ്യകളുണ്ട്? 356 സംഖ്യകൾ ഉണ്ടാകും അല്ലെ. 101 മുതൽ 455 വരെ 355 സംഖ്യകളുണ്ട്. പിന്നെ 100ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 356 സംഖ്യകൾ എന്ന് കിട്ടി അല്ലെ. അതായത് ഒറ്റയക്കമുള്ള 9 സംഖ്യകൾ എത്ര കിട്ടും? 9 അല്ലെ. 9 അക്കങ്ങൾ വേണം അവിടെ. 90 2 അക്കമുള്ള 90 സംഖ്യകൾ, അതായത് ഇവിടെ 180 അക്കങ്ങൾ വേണ്ടിവരും. ഇവിടെയോ 3 അക്കമുള്ള 356 സംഖ്യകളുമുണ്ട് അല്ലെ. അപ്പൊ എത്ര കിട്ടി? 18 6 10 1068 അല്ലേ വരുന്നത്? 1068 അല്ലേ? ഓക്കെ, 1068 വരുന്നു. ഓക്കെ, അപ്പൊ എത്ര കിട്ടും ടോട്ടൽ വരുന്നത്? 9 8 17, 9 6 15,
2 1 1257 അക്കങ്ങൾ വേണ്ടി വരുന്നു. എന്തിന്? 455 പേജുള്ള ഒരു ബുക്കിന്റെ പേജുകളിൽ നമ്പർ ഇടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, 455 പേജുള്ള ഒരു ബുക്കിന്റെ പേജിൽ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് എത്ര അക്കം വേണം? 1257 അക്കങ്ങൾ വേണ്ടി വരും. കിട്ടിയല്ലോ? ഓക്കെ, വെരി ഗുഡ്, കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു മോഡൽ നോക്കുകയാണ്. നോക്കൂ, എന്താണ്? രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. എന്താണ്? രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. സംഖ്യയുടെ കൂടെ 9 കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, എന്താ പറഞ്ഞത്? ഇപ്പൊ നോക്കൂ, എക്സ് വൈ ഒരു സംഖ്യയുടെ രണ്ടക്കങ്ങളാണ്, എക്സും വൈ അല്ലെ. ഇതിനോട് എത്ര കൂട്ടി? എന്താണ്? 9 കൂട്ടി അല്ലെ. ഇതിനോട് 9 കൂട്ടി. അപ്പൊ എന്താവുന്നത്? ഇത് വൈ എക്സ് എന്ന മോഡലിലേക്ക് ആവും അല്ലെ. നോക്കൂ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഈ എക്സ് വൈ ഇതൊരു സംഖ്യയാണ് അല്ലെ. ആദ്യത്തെ അക്കമുണ്ട്, രണ്ടാമത്തെ അക്കമുണ്ട്. അതിനോട് 9 കൂട്ടുമ്പോൾ നമുക്ക് വൈ എക്സ് എന്നായി മാറുന്നു. ഓക്കെ, എന്താണ്? ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞത് അല്ലെ. നോക്കിയേ, രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 9 ആണ് അല്ലെ. ഒരു സംഖ്യയുടെ രണ്ടക്കങ്ങൾ. ഓക്കെ, സംഖ്യയുടെ കൂടെ 9 കൂട്ടിയപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ അതിനോട് 9 കൂട്ടിയപ്പോൾ വൈ എക്സ് എന്ന മോഡലിലേക്ക് അത് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദ്യം അല്ലെ. നോക്കൂ, ഇവിടെ നമുക്ക് എക്സ് ഒക്കെ വെച്ച് വാല്യൂ ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് നോക്കൂ, ഇവിടെ അതിനെക്കാട്ടൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു വഴിയുണ്ട്. അതാണ് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, 45 അല്ലെ. ഇവിടെ നോക്കൂ, 4ഉം 5ഉം 4ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9 കിട്ടുന്നില്ലേ? 9 കിട്ടുന്നില്ലേ? പിന്നെ എന്താ പറഞ്ഞത്? ആ സംഖ്യയോട് കൂടിയിട്ട് 9 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരിഞ്ഞിട്ടില്ല, അതിന്റെ ഒരു റിവേഴ്സ്ഡ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നതെന്നാ പറയുന്നത് അല്ലെ. 45ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 54 കിട്ടി. തിരിഞ്ഞില്ലേ അല്ലെ? 5ഉം 4ഉം ആയി മാറി അല്ലെ. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ചോദ്യം ആദ്യത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എക്സ് ഒക്കെ എടുത്ത് ഒരുപാട് സമയം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. എങ്ങനെ ചെയ്താൽ മതി? ഓപ്ഷൻസ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സെറ്റ് ആണല്ലോ. മനസ്സിലായോ? ഓക്കെ, കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ മോഡൽ ഒരു ചോദ്യം നോക്കിയേ. രണ്ടക്കമുള്ള ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 7 ആണ്. സംഖ്യയുടെ കൂടെ 9 കൂട്ടിയപ്പോൾ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറുമെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഒന്ന് ചെയ്തു നോക്കൂ, ചെയ്തു നോക്കൂ, വേഗം ചെയ്തു നോക്കൂ. ഇവിടെ 43 അല്ല കേട്ടോ, 34 ഒന്ന് ചെയ്തു നോക്കൂ. ഏതാണ്? 52 പറ്റുമോ? 52നോട് 9 കൂട്ടി എത്ര കിട്ടി? 61 കിട്ടി. അപ്പൊ കിട്ടുന്നതല്ലോ അല്ലെ. അപ്പൊ തിരിച്ചിട്ടുള്ള ആ ഒരു റിവേഴ്സ്ഡ് ഫോമിലല്ല നമുക്ക് സംഖ്യ കിട്ടുന്നത്. എന്നാൽ 34 നിങ്ങൾ നോക്കൂ, 34നോട് നമ്മൾ 9 കൂട്ടുന്നു, 9 കൂട്ടുന്നു, എത്ര കിട്ടും? എത്ര കിട്ടും? 43 കിട്ടും. അതായത് 34 എന്ന് പറയുന്ന സംഖ്യ തിരിച്ചിട്ടുള്ള 43 എന്നുള്ള ആ ഒരു സംഖ്യ കിട്ടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. 34 കിട്ടിയില്ലേ? ഓക്കെ, വെരി ഗുഡ്, കിട്ടി. 34 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? രണ്ടക്കമുള്ള സംഖ്യയുടെ അക്കങ്ങളുടെ തുക തന്നിട്ടുണ്ട് അല്ലെ. ആ സംഖ്യയുടെ കൂടെ 9 കൂട്ടിയപ്പോൾ അല്ലെ. ഇവിടെ എത്ര കൂട്ടി? നമ്മൾ ആദ്യം 9 ആണ് കൂട്ടിയത്. എന്നാൽ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അവിടെയും 9 ആണ് കൂട്ടിയത് അല്ലെ. മനസ്സിലായല്ലോ? രണ്ടിടത്തും 9 ആണ് കൂട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉത്തരം നിങ്ങൾ നോക്കിയേ. ഇവിടെ 45 കിട്ടി അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ 34 കിട്ടി. ഈ രണ്ട് സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഈ രണ്ട് സംഖ്യകളിലും അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ് അല്ലെ. ഇവിടെ 45 ആണ്, 4ഉം 5ഉം തമ്മിൽ എത്ര വ്യത്യാസം? 1 അല്ലേ. നോക്കൂ, അടുത്തേൽ നോക്കൂ, 34 ആണ്. അവിടെയും അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമുക്ക് എളുപ്പത്തിൽ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പറയുന്നത്. ഒരു ഷോർട്ട് ട്രിക്ക് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. നോക്കിയേ, എന്താണ്? സംഖ്യയുടെ കൂടെ കൂട്ടുന്നത്
9ന്റെ ഗുണിതമാണെങ്കിൽ, ഓക്കെ, 9ന്റെ ഗുണിതമാണെങ്കിൽ അത് എത്ര ഗുണിതമാണെന്ന് നോക്കൂ. ഇപ്പൊ 9 ആണെങ്കിൽ 9ന്റെ ഒന്നാമത്തെ ഗുണിതാണ് അല്ലെ, അതായത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആയിരിക്കും. എന്താണ്? സംഖ്യയുടെ കൂടെ കൂട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതമാണെങ്കിൽ അത് ഒന്നാണെങ്കിൽ ഓക്കെ, ഒന്നാണെങ്കിൽ എത്രയാണ് അത്? ആ സംഖ്യകൾ തമ്മിലുള്ള അക്കങ്ങളുടെ വ്യത്യാസം 1 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നോക്കൂ, 18 കൂട്ടുമ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതെങ്കിൽ 18 കൂട്ടുമ്പോഴാണ് എന്താണ്? ഇത് 9ന്റെ രണ്ടാമത്തെ ഗുണിതമാണ്. ഓക്കെ, 9ന്റെ രണ്ടാമത്തെ ഗുണിതമാണ്, അതായത് 18/9 എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ 27 കൂട്ടുന്നതെങ്കിലോ, 27 കൂട്ടുന്നതെങ്കിൽ എന്താണ്? 27/9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3 ആണ്. അതായത് 9ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് എന്ത്? 27 എന്ന് പറഞ്ഞാൽ ആ അക്കങ്ങൾ, നമ്മുടെ ഉത്തരത്തിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഓക്കെ, ഇവിടെ 9 കൂട്ടിയത്. അപ്പോഴെന്താണ്? 9 ഒന്നാമത്തെ ഗുണിതമാണ്. അതിനർത്ഥം 4ഉം 5ഉം അല്ലെ, അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെയും 9 കൂട്ടിയത്. അപ്പോഴെന്താണ്? 3ഉം 4ഉം അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു രണ്ടക്ക സംഖ്യ അതിന്റെ റിവേഴ്സ് സംഖ്യയേക്കാൾ 27 കൂടുതലാണെങ്കിൽ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഒന്നും ചെയ്ത് നോക്കണ്ടല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടുമല്ലോ. ഒന്ന് വേഗം പറഞ്ഞേ. കിട്ടിയോ? എത്രയാണ്? ബി ആണ് അല്ലെ. എന്താണ്? 3 ആണ് അല്ലെ. നോക്കൂ, നമ്മുടെ ആ സംഖ്യ രണ്ടക്ക സംഖ്യ അതിന്റെ റിവേഴ്സ് സംഖ്യയേക്കാൾ 27 കൂടുതലാണെങ്കിൽ എത്രയാണ് അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? 27 ആണ്. 27/9 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 3 കിട്ടും. മനസ്സിലായല്ലോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? ടൈപ്പ് 7 ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ബസ് ഒരു ബെല്ലടിച്ചാൽ നിൽക്കും, 2 ബെല്ലടിച്ചാൽ ഓടും. കൽപ്പറ്റയിൽ നിന്ന് ഒരു ബസ് പുറപ്പെട്ട് വൈറ്റിലയിൽ നിന്നും ആളെ കയറ്റി തിരുവനന്തപുരത്ത് നിർത്തുമ്പോൾ എത്ര ബെല്ലടിച്ചിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. എന്താണ്? കൽപ്പറ്റയിൽ നിന്നാണ് ബസ് തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ എവിടെയാണ്? വൈറ്റില എത്തുന്നുണ്ട്. വൈറ്റിലയിലാണ് അടുത്ത സ്റ്റോപ്പ്. പിന്നെയോ അടുത്തത് തിരുവനന്തപുരത്താണ്. ഓക്കെ, എന്താണ്? കൽപ്പറ്റയിൽ നിന്ന് ഒരു ബസ് പുറപ്പെടുന്നു. കൽപ്പറ്റയിൽ നിന്നാണ് ഒരു ബസ് പുറപ്പെടുന്നത്. ഓക്കെ, അതായത് ബസ് പുറപ്പെടണമെങ്കിൽ എത്ര ബെല്ലടിക്കണം? 2 ബെല്ലടിക്കണ്ടേ? ഓക്കെ, കൽപ്പറ്റയിൽ നിന്ന് ബസ് പുറപ്പെടണമെങ്കിൽ എത്ര ബെല്ലടിക്കണം? 2 ബെല്ലടിക്കണം. ഓക്കെ, നോക്കൂ, ഇനി വൈറ്റിലയിൽ നിർത്തണമെങ്കിലോ? അപ്പോൾ 1 ബെല്ലടിക്കണം അല്ലെ. വൈറ്റിലയിൽ നിർത്തണമെങ്കിൽ 1 ബെല്ലടിക്കണം. ഓക്കെ, ഇനി വൈറ്റിലയിൽ നിർത്തിയിട്ട് ഇനി അവിടെ നിന്ന് പുറപ്പെടണമെങ്കിലോ? അപ്പോൾ 2 ബെല്ലടിക്കണം. 2 ബെല്ല് അടിക്കണം. ഓക്കെ, ഇനിയോ തിരുവനന്തപുരത്ത് നിർത്തണമെങ്കിലോ? അപ്പോഴും 1 ബെല്ലടിക്കണം അല്ലെ. അപ്പോൾ 1 ബെല്ല് അടിക്കണം. ഓക്കെ, ഇനി ഈ ബെല്ലിന്റെ എണ്ണമൊക്കെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. എത്ര കിട്ടുന്നുണ്ട്? 2 1 3 5 6 ടോട്ടല് 6 ബെല്ല് അടിക്കണം. ഓക്കെ, എത്രയാണ്? തിരുവനന്തപുരത്ത് നിർത്തുമ്പോൾ എത്ര ബെല്ല് അടിച്ചിരിക്കും? മൊത്തത്തില് 6 ബെല്ല് അടിച്ചിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ബസ് പുറപ്പെടണമെങ്കിൽ 2 ബെല്ല് അടിക്കണം, നിർത്തണമെങ്കിൽ 1 ബെല്ല് അടിക്കണം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഇപ്പൊ തുടക്കത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിങ് പോയിന്റിൽ മാത്രമാണ് നിർത്തുന്നതെങ്കിൽ അപ്പോഴേക്കും 3 ബെല്ല് മാത്രമേ അടിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. പോകാൻ വേണ്ടിയിട്ട് 2 അടിച്ചു, പിന്നെ നിർത്താൻ വേണ്ടിയിട്ട് 1 ബെല്ല് അടിച്ചു. ഓക്കെ, ഇനി ഇടയ്ക്ക് എത്ര സ്റ്റോപ്പുകളാണോ വരുന്നത് അതിനനുസരിച്ച് 3 കൂടി വരും. ഓക്കെ, എന്താണ്? ഇടയ്ക്ക് എത്ര സ്റ്റോപ്പുകളാണോ വരുന്നത് അതിനനുസരിച്ച് 3 ബെല്ല് കൂടി വരും. നിങ്ങൾ നോക്കൂ, കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈറ്റില നിർത്താതെ തിരുവനന്തപുരത്ത് നിർത്തുകയാണ്. എത്ര കിട്ടും? 2ഉം 1ഉം കൂടി കൂട്ടിയിട്ട് 3 ബെല്ലേ ആകെ അടിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെ. എന്നാൽ വൈറ്റിലയിൽ നിർത്തുന്നു, അപ്പോഴെന്തായി? 3 ബെല്ലും കൂടി അല്ലെ. 3 ബെല്ലും കൂടി അപ്പൊ എത്ര കിട്ടി? 6 കിട്ടി. 3 + 3 6 കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ, 6 കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ഒരു ബസ് ഒരു ബെല്ലടിച്ചാൽ നിൽക്കും, 2 ബെല്ലടിച്ചാൽ ഓടും. കാസർഗോഡ് നിന്ന് ഒരു ബസ് പുറപ്പെട്ട് കോഴിക്കോട് നിർത്തി ആളെ കയറ്റി പിന്നീട് എറണാകുളത്ത് നിർത്തി ആളെ കയറ്റി കൊല്ലത്ത് നിർത്തുമ്പോൾ എത്ര ബെൽ അടിച്ചിട്ടുണ്ടാകും? എന്ത് നോക്കിയാൽ മതി?
കാസർഗോഡ് നിന്ന് എടുത്തു, കൊല്ലത്ത് നിർത്തുകയാണെങ്കിൽ വേറെ ഒരു സ്റ്റോപ്പ് ഒന്നും ഇല്ലാതെ കൊല്ലത്ത് നിർത്തുകയാണെങ്കിൽ എത്ര ബെല്ലടിച്ചിട്ടുണ്ടാവും? 3 ബെല്ലേ അടിച്ചിട്ടുണ്ടാവും അല്ലെ? എന്നാൽ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് നിർത്തുന്നുണ്ട്, എറണാകുളത്തും നിർത്തുന്നുണ്ട്. അതായത് 2 സ്റ്റോപ്പുകൾ വന്നു അല്ലെ? 2 സ്റ്റോപ്പുകൾ വന്നു. അപ്പൊ ഒരു 3 കൂടി, പിന്നെ എറണാകുളത്ത് നിർത്തുമ്പോൾ പിന്നെ ഒരു 3 ബെല്ലും കൂടി മൊത്തം 9 ബെല്ലുകൾ അടിച്ചിട്ടുണ്ടാകും. മനസ്സിലായോ? കിട്ടുന്നുണ്ടോ ഉത്തരം? 9 ബെല്ല് കിട്ടിയോ? 9 ബെല്ല് കിട്ടിയോ? ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം? 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 3 എത്ര പ്രാവശ്യം എഴുതും എന്നാണ് ചോദ്യം അല്ലെ? 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 3 എത്ര പ്രാവശ്യം എഴുതും? നിങ്ങൾ നോക്കിയേ, 1 മുതൽ 10 വരെ എഴുതുമ്പം എത്ര തവണ നമ്മൾ 3 എഴുതുന്നുണ്ട്? എത്ര തവണ എഴുതും? 3 എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഖ്യയേ ഉള്ളൂ അല്ലെ? അതായത് ഒരു തവണ മാത്രമേ നമ്മൾ 3 എഴുതുന്നുള്ളൂ അല്ലെ? 1 മുതൽ 10 വരെ 3 എന്ന് പറയുന്ന ഒറ്റ ഒരു സംഖ്യ മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ അല്ലെ? ഓക്കെ, അടുത്ത് നോക്കൂ, 11 മുതൽ 20 വരെയാണെങ്കിലോ? 11 മുതൽ 20 വരെയോ എത്ര കിട്ടും? 13 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ മാത്രമേ നമ്മൾ 3 എഴുതുന്നുള്ളൂ അല്ലെ? അതായത് ഒറ്റ തവണ മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, 21 മുതൽ 30 വരെ എഴുതുമ്പോൾ എത്ര 3 എഴുതും? 23-ൽ ഒരു 3 ഉണ്ട്, പിന്നെ 30-ലും ഒരു 3 ഉണ്ട്. അതായത് 2 തവണ നമ്മൾ 3 എഴുതുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കൂ, 31 മുതൽ 40 വരെ എഴുതുമ്പോൾ എത്ര തവണ നമ്മൾ 3 എഴുതും? 31 മുതൽ 39 വരെയുള്ള സംഖ്യകളിൽ 9 3 ഉണ്ട് അല്ലെ? 9 3 ഉണ്ട്. ആ തവണകളിലൊക്കെ ആയിട്ട് നമ്മൾ 3 എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, 41 മുതൽ 50 വരെ എത്ര 3 എഴുതും? 43-ലെ ഒറ്റ ഒരു 3 മാത്രമേ ഉള്ളൂ. ആ 3 കൂടി എഴുതി. ഓക്കെ, ഇനി എന്താണ്? ഇതൊക്കെ ഒന്ന് കൂട്ടുക അല്ലെ? 10 14 അല്ലെ? 14 തവണ നമ്മൾ എന്തെഴുതുന്നു? 3 എഴുതുന്നു. 14 തവണ നമ്മൾ 3 എഴുതുന്നു. ഓക്കെ, കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടിയല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? സംഖ്യാവലോകന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വളരെ രസകരമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? പലതും നമ്മൾ എന്താണ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? അതിനുള്ള എല്ലാ ഷോർട്ട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് സെറ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ട് മാറാൻ തന്നെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയായിട്ട് കൃത്യമായിട്ട് നോക്കുക. ഷോർട്ട് ട്രിക്ക് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? പഠിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രമാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു. ആ 31 40 വരെയാ? ഓക്കെ, 31 നോക്കൂ, 31-ലുണ്ട് അല്ലെ? 31-ലുണ്ട്, 32-ലുണ്ട്. ഓ, ഓക്കെ 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 ആ ഓക്കെ, അവിടെ ഒരു കാര്യമുണ്ട്. നോക്കി, ഇവിടെ 10 ഉണ്ടാവും, 33-ലും കൂടി ഒന്ന് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എത്രയാണ്? 15 വരുന്നുണ്ട്. ഓക്കെ, 15 വരുന്നുണ്ട്, ശരിയാണ്. ഓക്കെ, 15 3-കളാണ് വരുന്നത്. ഓക്കെ, ശരിയാണ്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി.